Matthew chapter 23. മത്തായി 23-ാം അധ്യായം 23 വചനം. 23-ാമത്തെ വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. நியாயப்பிரமாணத்தில் விசேஷித்த வெயிட்டியர் மேட்டர்ஸ் அப்படின்னு நீதி, இரக்கம், விசுவாசம் சொல்லப்பட்டிருக்கு. ഇവിടെ ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെയുള്ള കാര്യങ്ങളെ ന്യായപ്രമാണത്തിൽ ഘനമേറിയ കാര്യങ്ങളാണ് എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. பரிசேயர்கள் இந்த வெயிட்டியர் மேட்டர்ஸ், இந்த விசேஷித்தவைகளை விட்டுட்டாங்க. പരീശരായ ആളുകൾ ഈ ഘനമേറിയ കാര്യങ്ങളെ അവർ വിട്ടുകളഞ്ഞു. எதை எடுத்துக்கிட்டாங்க அப்படின்னா வெந்தயம், சீரகம், மைனர் திங்ஸ் எல்லாம் எடுத்துக்கிட்டாங்க. എന്നാൽ അവര് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, തുളസി, ചതകുപ്പ, ജീരകം ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള വിശ്വസ്തതയാണ് അവര് വലിയ കാര്യമായിട്ട് എടുത്തത്. அதாவது நீதி, இரக்கம், விசுவாசம் மேஜர் திங்ஸ் எல்லாம். നീതി, ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഘനമേറിയ മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. இதெல்லாம் மைனர் அப்படின்னா இந்த ஒர்த்தலாம், வெந்தயம், தசமபாகம் இதெல்லாம் மைனர். അവിടെ തുളസി, ചതകുപ്പ, ജീരകം ഇവയിലൊക്കെ പതാരം കൊടുക്കുന്നത് അത് വളരെ ചെറിയ കാര്യങ്ങളാണ്. இந்த மதிய வேளையில் நாம் we should major on major things அப்படிங்கறத நாம் தியானிக்கலாம். ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ സമയത്ത് നാം വലിയ കാര്യങ്ങൾക്ക്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കേണ്ടത് എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ஜீசஸ்னுடைய லைஃப்ல இருந்தே பார்க்கலாம். നമുക്ക് യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നോക്കാം. அது ஃபேமிலி லைஃப்க்கு ரொம்ப பொருந்தும். അത് കുടുംബ ജീവിതത്തിന് വളരെ ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. we should not major on minor things. നാം ചെറിയ കാര്യങ്ങളിൽ അല്ല നാം കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. we should always major on major things. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മേജർ തിങ്സ് ഇருக்கு, മൈനർ തിങ്സ് ഇருக்கு. പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്, അപ്രധാനമായ കാര്യങ്ങളുമുണ്ട്. இங்க நாம் இது வெயிட்டியர் மேட்டர்ஸ், இது மேஜர் திங்ஸ் அப்படின்னா நீதி, இரக்கம், விசுவாசம். ഇവിടെ ഘനമേറിയ കാര്യങ്ങൾ അവ ന്യായം, കരുണ, വിശ്വസ്തത. இந்த பரிசேயர்களை குறித்து நான் வாசிக்கிறோம் 14ஆம் வசனத்துல. ഇവിടെ 14-ാം വാക്യത്തിൽ ശാസ്ത്രിമാരെ കുറിച്ചും പരീശന്മാരെ കുറിച്ചും ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. அதுல மிடில் பார்ட்ல விதவைகளின் வீடுகளை அவர்கள் பட்சித்து போடுவார்கள். അവിടെ മലയാളത്തിൽ അത് 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്താണ്, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും എന്നവിടെ എഴുതിയിരിക്കുന്നു. ஆனால் தசமபாகம் அதெல்லாம் கரெக்டா இருக்கும். വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്നെങ്കിലും ഈ പതാരം കൊടുക്കുന്നത്, 10 കൊടുക്കുന്നതിൽ അവര് കറക്റ്റ് ആയിട്ട് ചെയ്യും. ஃபார் எக்ஸாம்பிள் ஒரு பரிசேயன், ஒரு ரிச் மேன், ஒரு ஐஸ்வர்யவனா இருந்திருக்கலாம். ഒരു പരീശനായ ഈ വ്യക്തി, അദ്ദേഹം ഒരു ധനവാനായ വ്യക്തി ആയിരിക്കാം. அவனுடைய வீட்டுல ஒரு போர்ஷனை வாடகை கொடுத்திருக்கலாம். ஒரு விதவைக்கு ஒரு வீட்டு வாடகை கொடுத்திருக்கலாம். അവന്റെ വീട്ടിന്റെ ഒരു ഭാഗം ഒരു വിധവയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. 31st அவங்களுக்கு கரெக்டா என்ன செய்யல முடியல அப்படின்னா அந்த விடோனால ரெண்ட் பேமெண்ட் பண்ண முடியல. ഈ വിധവയ്ക്ക് 31-ാം തീയതി വാടക കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ஒரு 1 வீக் தள்ளி போயிடுச்சு விதவைக்கு. ആ വിധവയ്ക്ക് വാടക കൊടുക്കാനായിട്ട് ഒരാഴ്ച താമസിച്ചു, നീണ്ടുപോയി. நான் அதுக்குதான் ஆரம்பத்திலே நான் சொன்னேன், விடோ நீங்க புவர் விடோ 31st உங்களுக்கு கரெக்டா வாடகை கொடுக்க முடியாது அப்படின்னு நான் சொன்னேன். இப்போ 1 வீக் தள்ளி போயிடுச்சு. இங்க பாருங்க, 31st கொடுக்கறதா இருந்தா அது வீட்டுல இருங்க, அதர்வைஸ் வீட்டை காலி பண்ணுங்க. കണ്ടോ, നിങ്ങളോട് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ പണമില്ല, നിങ്ങൾ വിധവയാണ്, നിങ്ങൾക്ക് 31-ാം തീയതി വാടക തരാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയില്ല, എന്നാലും നിങ്ങൾ ഇവിടെ താമസിച്ചു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല, നിങ്ങൾ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീട് വിട്ട് നിങ്ങൾ പോയിക്കോളൂ. അടുത്ത മാസം 31st ரெண்ட் கொடுக்கல அப்படின்னா வீட்டை காலி பண்ணிடணும். അടുത്ത മാസം 31-ാം തീയതി നിങ്ങൾ വാടക കൊടുക്കില്ലെങ്കിൽ വീട് വിട്ട് നിങ്ങൾ പോയിക്കോണം. இப்படிதான் விதவைகளை பட்சித்தார்கள். അവര് അങ്ങനെ ഈ വിധവമാരെ അവരെ ഭക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് ഇവിടെ വിഴുങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. அது எப்படி அன்னைக்கு தெரியும்னா, இன்னைக்கு சில பீப்புள் இப்படி இருக்காங்கல்ல. അത് ഇന്നും അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ട്.
2000 வருஷத்துக்கு முன்னால உள்ள பாரிசிஸ் யாருங்கிறது நமக்கு தெரியல. 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ പരീശന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. இன்றும் நம் மத்தியில் பாரிசிஸ், அப்படிப்பட்ட பாரிசிஸ், இரக்கம் இல்லாத, நோ கம்பேஷன் இல்லாத பாரிசிஸ் இன்னும் நம்ம மத்தியில் இருக்கிறார்கள். കരുണയില്ലാത്ത ഇത്തരത്തിലുള്ള പരീശന്മാർ ഇന്നും നമ്മുടെ മധ്യത്തിലും ഉണ്ട്. ஒரு வீட்டுல ஒரு சர்வெண்ட் மெய்ட வச்சிருக்காங்கன்னு வச்சுக்கோ. ഒരു വീട്ടിൽ ഒരു വേലക്കാരി, ഒരു സഹായത്തിനായിട്ട് ഒരു സ്ത്രീയെ വെച്ചിട്ടുണ്ട്. மந்த்லி இத்தனை 1000 சொல்லிட்டு பேசியிருக்கிறாங்க. മാസം ഇത്ര 1000 രൂപ കൊടുക്കും എന്ന് അവരോട് സംസാരിച്ചു ഉറപ്പിച്ചിട്ടുണ്ട്. ஓகே, ஒரு புவர் விடோவா இருப்பாங்க. അവളൊരു പാവപ്പെട്ട വിധവയായിരിക്കാം. ஓகே, 1 வீக் லீவ் போட்டிருப்பாங்க. ഒരാഴ്ച ലീവ് എടുത്തു. ஓகே, 31க்கு இவ்வளவு டேஸ்னா 7 days போயிடுச்சுன்னா பாக்கி அந்த 7 நாளுடைய அந்த சேலரியை கட் பண்ணி 24 நாளைக்கு சேலரி கொடுக்கறது. അവര് അങ്ങനെ ഒരു അത്യാവശ്യത്തിന് ഒരാഴ്ച ലീവ് എടുത്തു. 31 ദിവസത്തെ കണക്ക് നോക്കി, 31 ദിവസം ഇത്രയാണെങ്കിൽ ഒരാഴ്ചക്ക് ഇത്ര കുറയ്ക്കണം. ആ ഒരാഴ്ചത്തെ കുറച്ച് അത് കട്ട് ചെയ്ത് 24 ദിവസത്തെ പൈസ കൊടുത്തു. எஸ், 2000 முன்னால உள்ள பாரிசிஸ் இன்னைக்கு இருக்காங்களா? இன்னைக்கு இருக்காங்க. 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പരീശന്മാർ ഇന്നുണ്ടോ? ഇന്നും ഉണ്ട്. இல்ல மணி கால்குலேட்டிவ் பர்சன்ஸ் எல்லாம். പണം വളരെ അത് എണ്ണി തിട്ടപ്പെടുത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. இரக்கத்தை சிநேகிக்காதவர்கள், അവർ കരുണയെ സ്നേഹിക്കുന്നില്ല. இப்படிப்பட்ட ஏழைகளையும் விதவைகளையும் பட்சிக்கிறவர்கள், ഏഴയായിരിക്കുന്ന പാവപ്പെട്ട വിധവമാരെ വിഴുങ്ങുന്നവർ. ஓகே, அப்ப அந்த பாரிசிஸ்க்கு எது மேஜரா இல்ல அப்படின்னா, நீதி, இரக்கம், விசுவாசம், இதெல்லாம் அவர்களுக்கு மேஜரா இல்ல. தசமபாகம், டைத்து அல்லது சாபத், இதுதான் அவர்களுக்கு பிரதானமான காரியம். ന്യായം, കരുണ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പരീശന്മാർക്ക് അവർക്ക് അത് പ്രധാനമില്ല. അവർക്ക് പതാരം കൊടുക്കുന്നത്, 10 കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. பிரியமானவர்களே, நாம் பாரிசிஸ் நாம் தியானிச்சுட்டு நம்மளை விட்டுற வேண்டாம். പ്രിയമുള്ളവരെ, നാം ഈ പരീശന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യം മറന്നു പോകണ്ട. அப்ப we should always major on major things. അപ്പൊ നാം എപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. விசேஷமாய் நாம் முதலாவது புருஷர்களுக்கு ஒரு சில வார்த்தைகளை காண்பிக்க விரும்புகிறேன். ഞാൻ ആദ്യമായിട്ട് ഭർത്താക്കന്മാർക്ക് ചില ദൈവവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ കാണിക്കുവാനായിട്ട് மனைவியானவள் பலவீனமான பாண்டம், வீக் வெசல். ഭാര്യ അവൾ ബലഹീന പാത്രം ആണ് എന്ന് ദൈവവചനം പറയുന്നു. பிசிக்கலாவும் வீக்கா, அவங்க ஸ்பிரிச்சுவலாவும் வீக்கா இருக்க முடியும். അവര് ശാരീരികമായിട്ടും ബലഹീനമുള്ളവളാണ്, ആത്മീയമായിട്ടും ബലഹീനമുള്ളവളായിരിക്കാം. சீக்கிரமா டிப்ரெஷன்ல போயிடுவாங்க, சீக்கிரமா எமோஷனல் ஆயிடுவாங்க. വളരെ പെട്ടെന്ന് തന്നെ വിഷാദത്തിലേക്ക്, വളരെ പെട്ടെന്ന് തന്നെ അവര് നിരാശപ്പെട്ടു പോകും. அவரிடத்துல எவ்வளவு வீக்னஸஸ், இன்ஃபர்மிட்டிஸ் எல்லாம் இருக்கலாம் அவர்களுக்கு. അവർക്ക് പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ, രോഗങ്ങൾ ഉണ്ടായിരിക്കും. சோ இப்படிப்பட்ட சூழ்நிலைகளில் நாம் எதை பார்க்கணும் அப்படின்னா, அவருடைய மைனர் திங்ஸ் எல்லாம் நம்ம ஃபோக்கஸ் பண்ணக்கூடாது. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഭാര്യമാരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല നിങ്ങൾ ഊന്നി നോക്കേണ്ടത്. அவருடைய வீக்னஸஸே பார்த்துட்டு இருக்க கூடாது. അവരുടെ കുറവുകൾ, ബലഹീനതകൾ, അതിൽ മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. அவர்கள்ட்ட எவ்வளவு மேஜர் திங்ஸ் எல்லாம் இருக்கு. ആ ഭാര്യയിൽ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. அந்த மேஜர் திங்ஸ் நாம் பார்த்து அவர்களை அப்ரிஷியேட் பண்ணணும், அவர்களுக்கு நான் தேங்க்ஃபுல்லா இருக்கணும். ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവൾക്കുള്ള ആ നല്ല ഗുണങ്ങൾ, ആ കാര്യങ്ങളിൽ അവളെ നാം വിലമതിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യണം. இந்த இடத்துலயும் we should manifest the life of Christ. ഇവിടെയും നമുക്ക് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തണം. Luke chapter 22ல நான் வாசிக்கிறோம். ലൂക്കോസ് 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. இந்த வேர்ஸ் பைபிள்ல ஒரு அமேசிங், ஒரு பாரடாக்ஸ் மாதிரி இந்த வேர்ஸ் அது. ഇത് 22-ാം അധ്യായത്തിലുള്ള ഈ ഒരു വാക്യം ഒരു അത്ഭുതകരമായ വിരോധാഭാസം പോലെയുള്ള ഒരു വാക്യമാണ്. Luke chapter 22 ലൂക്കോസ് 22 verse 28ல வாசிக்கிறோம். 28-ാമത്തെ വാക്യം. எனக்கு நேரிட்ட சோதனைகளில் என்னோடு கூட நிலைத்திருந்தவர்கள் நீங்களே அப்படின்னு. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. ஆச்சரியமா இருக்கு இந்த வார்த்தை. ഈ വാക്യം അത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. எனக்கு நேரிட்ட சோதனைகளில் എന്നോട് കൂടെ നിലത്തിരുന്നവர்கள் നീങ്ങളെ அப்படின்னா, എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ നിങ്ങളാണ് എന്ന് യേശു പറയുന്നു. நாம் லிட்டரலா பார்த்தோம் அப்படின்னா இந்த வார்த்தை ஒரு பாரடாக்ஸ் மாதிரி இருக்கும். നാം ഇത് ആക്ഷരികമായിട്ട് നോക്കിയാൽ ഈ വാക്യം അത് ഒരു വിരോധാഭാസമായിട്ട് തോന്നും.
இயேசு கிறிஸ்துக்கு நேரிட்ட சோதனைகளில் இவர்கள் நிலைத்திருந்தாங்களா? எல்லாம் விட்டுட்டு எல்லாம் ஓடி போயிட்டாங்கல்ல. യേശു നേരിട്ട പരീക്ഷകളിൽ ഇവര് ഈ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ നിലനിന്നോ? അവരെല്ലാം വിട്ട് ഓടിപ്പോയില്ലേ? ஃபார் எக்ஸாம்பிள் ஒரு சில காரியங்களை நான் காண்பிக்கிறேன். ഉദാഹരണത്തിന് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ കാണിക്കാം. மார்க் சாப்டர் 14 മർക്കോസ് 14 வேர்ஸ் 50. 15-ാമത്തെ വാക്യം. ஒரு 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 5-6 வேர்சஸ் காண்பிக்கிறேன். ഞാൻ 5-6 വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം. அதாவது ஜீசஸ் பிரைட் க்ரூம், ഡിസൈപ്പിൾസ് അപ്പോസ്റ്റൽസ് ബ്രൈഡ്. അവിടെ യേശു ക്രിസ്തുവിനെ മണവാളനായിട്ടും ഈ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരായി ഈ ശിഷ്യന്മാരെയൊക്കെ ഒരു മണവാട്ടിയായി നമുക്ക് കരുതാം. എപ്പിടിപ്പെട്ട മണവാട്ടി? എങ്ങനെയുള്ള ഒരു മണവാട്ടിയാണ്? വേഴ്സ് 50 വാസിக்கிறோம். മാർക്ക് 14 വേഴ്സ് 50. 50-ാമത്തെ വാക്യം നോക്കുക. 14-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം. എല്ലാരും അവരെ വിട്ട് ഓടിപ്പോണാர்கள். ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. இப்ப ஜீசஸ் என்ன சொன்னார்? യേശു എന്താണ് പറഞ്ഞത്? എന്നോട് കൂടെ നിലത്തിരുന്നവர்கள் நீங்களே. എന്റെ പരീക്ഷയിൽ എന്നോട് കൂടെ നിലനിന്നവർ നിങ്ങളാണ്. ஆனா இங்க பாக்குறோம் எல்லாரும் அவரை விட்டு என்ன செய்தார்கள்? ஓடி போனார்கள். എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ஓகே, നമ്പർ 1. ഒന്ന് இங்க வாசிக்கிறோம். வேர்ஸ் 71 வாசிக்கிறோம். ഇവിടെ 71-ാമത്തെ വാക്യം നോക്കുക. பீட்டர் என்ன செஞ்சார் அப்படின்னா, நீங்கள் சொல்லுகிற மனுஷனை அறியேன் என்று சொல்லி சபிக்கவும் சத்தியம் பண்ணவும் தொடங்கினான். ഇവിടെ ഇതാ പത്രോസ്, നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. பீட்டர் மறுதலிச்சிட்டே போயிட்டார். പത്രോസ് ഇതാ അവൻ യേശുവിനെ തള്ളി പറഞ്ഞ് ഇതാ പോകുന്നു. ஆனா ஜீசஸ் என்ன சொன்னார்? என்னோடு கூட சோதனையில் நிலைத்திருந்தவர்கள் நீங்களே. എന്നാൽ യേശു എന്താ പറയുന്നത്? എന്നോടുകൂടെ എന്റെ പരീക്ഷകളിൽ നിലനിന്നവരാണ് ഇവർ. ഓക്കെ, இன்னொரு വേർഡ്സ്. മറ്റൊരു വാക്യം നോക്കുക. മാർക്ക് ചാപ്റ്റർ 14. മർക്കോസ് 14-ാം അധ്യായം. இங்க நான் வாசிக்கிறோம். வேர்ஸ் 4 and 5 வாசிக்கிறோம். അവിടെ 4ഉം 5ഉം വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു. எப்படிப்பட்ட பிரைட், எப்படிப்பட்ட மணவாட்டி அப்படின்னா, ஜீசஸ் குறித்ததான காரியத்தை முறுமுறுத்தவர்கள், அவர்கள் விசனம் அடைந்தவர்கள். ഇവര് എങ്ങനെയുള്ള മണവാട്ടിയാണെന്ന് നോക്കുക. യേശുവിന്റെ കാര്യത്തെക്കുറിച്ച് അവര് മുറുമുറുക്കുകയും പെറുപിറുക്കുകയും ഒക്കെ ചെയ്ത് ആളുകൾ. വേഴ്സ് 4 and 5. 4ഉം 5ഉം വാക്യങ്ങൾ നോക്കുക. അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. விசனம் அடைந்தார்கள், வேஸ்ட்னு சொன்னாங்க, முறுமுறுத்தார்கள். ഇവിടെ അവർ ഉള്ളിൽ നീരസപ്പെട്ടു. ഇത് വിറ്റ് ദരിദ്രർക്ക് ഇത് വെറും ചെലവ് എന്ന് പറഞ്ഞു. അവര് ഈ കാര്യങ്ങളെക്കുറിച്ച് അവരിങ്ങനെ പെറുപെറുത്തു. എപ്പിടിപ്പെട്ട മണവാട്ടി? ഇതെങ്ങനെയുള്ള വിസനമടൈந்த മുറുമുറുത്ത മണവാട്ടി. എങ്ങനെയുള്ള മണവാട്ടിയാണ്? നീരസപ്പെട്ട് മുറുമുറുക്കുന്ന മണവാട്ടി. അതേ ചാപ്റ്റർ 14 വേഴ്സ് 37 വാസിக்கிறோம். അതേ അധ്യായത്തിൽ തന്നെ 37-ാമത്തെ വാക്യം നോക്കുക. ഒരു മണി നേരം വിழித்திருந்து எனக்கு ஜெபம் பண்ணுங்கன்னு சொன்னார். 1 മണിക്കൂർ നിങ്ങൾ എന്നോടൊപ്പം വന്ന് പ്രാർത്ഥിക്കാനായിട്ട് യേശു പറഞ്ഞു. വേഴ്സ് 37 വാസിக்கிறோம். എന്നാൽ 37-ാമത്തെ വാക്യത്തിൽ എന്താ? നിദ്ര பண்ணுகிறதை കണ്ടാർ. അവർ ഉറങ്ങുന്നത് കണ്ടു. വേഴ്സ് 40 കൂടെ വാസിக்கிறோம். 40-ാം വാക്യത്തിലും വായിക്കുന്നു. അവർ മറുപടിയും നിദ്ര பண்ணுகிறதை കണ്ടാർ. അവർ മടങ്ങി വന്നാറെ അവർ ഉറങ്ങുന്നത് കണ്ടു. വീണ്ടും അവർ ഉറങ്ങുകയായിരുന്നു. ஆனால் சொன்னார், ஜீசஸ் சொன்னார், என்னோடு கூட சோதனையில் நிலைத்திருந்தவர்கள் நீங்களே. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? എന്നോട് കൂടെ പരീക്ഷയിൽ ഇവരാണ് നിലനിന്നവർ. എപ്പിടിപ്പെട്ട മണവാട്ടി പാരുங்க. ഇതെങ്ങനെയുള്ള മണവാട്ടിയാണ് എന്ന് നോക്കുക. സോ ആസ് എ ഹസ്ബൻഡ്സ് നാം ജീസസ് தான் பார்க்கணும். நம்ம ഭർത്താക്കന്മാർ എന്ന നിലയിൽ നാം നോക്കേണ്ടത് യേശുവിനെയാണ്. இன்னொரு இடத்துல நான் வாசிக்கிறோம். ஜான் சாப்டர் 13 வாசிக்கிறோம். മറ്റൊരു സ്ഥലത്ത് നോക്കുക. യോഹന്നാൻ 13-ാം അധ്യായം. அவர் கால் கழுவுறார். டிசிபிள்ஸ் எல்லாம் உட்கார்ந்து வேடிக்கை பார்த்துட்டு இருக்காங்க. യേശു ക്രിസ്തു കാല് കഴുകുകയാണ്. ശിഷ്യന്മാരൊക്കെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 13 വാസിக்கிறோம். യോഹന്നാൻ 13-ാം അധ്യായം. വേഴ്സ് 4 അവർ ഭോജനത്തെ വിട്ട് എഴുந்து വസ്ത്രങ്ങളെ കലറ്റി സീലയെ കട്ടിക്കൊണ്ടാർ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി. 4-ാമത്തെ വാക്യം. പാത്രത്തിലെ തണ്ണീർ വാർக்கிறார், ശിഷ്യരുടെ കാലുകളെ കഴുകുகிறாർ, അப்புறம் സീലയാൽ തുടയ്க்கிறார். അവിടെ പാത്രത്തിൽ വെള്ളം പകരുന്നു, ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നു. അതിനെ തുടർന്ന് അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. മണവാട്ടി എന്നെ സെഞ്ചിട്ട് ഇരുന്നുங்க, அப்படி മണവാട്ടി വേടിക്ക பார்த்துட்டு இருக்காங்க. ഇവിടെ ഇതാ ഈ മണവാട്ടി എന്താ ചെയ്യുന്നത്? മണവാട്ടി ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. எப்படிப்பட்ட மணவாட்டி பாருங்க. ഇതെങ്ങനെയുള്ള മണവാട്ടിയാണ് എന്ന് നോക്കുക. இன்னொரு இடத்துல நான் வாசிக்கிறோம். ലൂക്ക് ചാപ്റ്റർ 24 വാസിக்கிறோം. മറ്റൊരു സ്ഥലത്ത് ലൂക്കോസ് 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 24. ലൂക്കോസ് 24-ാം അധ്യായം 25-வது വചനത്തിൽ വാസിக்கிறோம். 24-ന്റെ 25-ാമത്തെ വാക്യം. വിശ്വാസിക്കുന്നതിற்கு ബുദ്ധി ഇല്ലാതെ മന്ദ ഹൃദയം ഉള്ളവர்கள் അവർ. അയ്യോ ബുദ്ധിഹീനരെ,
പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. மந்த இருதயம் உள்ளவர்கள், மந்த புத்தி உள்ளவர்கள். മന്ദ ഹൃദയമുള്ളവർ, മന്ദബുദ്ധിയുള്ളവർ. Luke chapter 22 வாசிக்கிறோம். ലൂക്കോസ് 22 അധ്യായം നോക്കുക. verse 24 வாசிக்கிறோம். ലൂക്കോസ് 22 അധ്യായം 24 വാക്യം. தங்களில் எவன் பெரியவனாயிருப்பான் என்று அவர்களுக்குள்ளே வாக்குவாதம் உண்டாயிற்று. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നുള്ള ഒരു വാഗ്വാദം അവർക്കിടയിൽ ഉണ്ടായി. verse 24. 24 വാക്യം. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. அவர்களுக்குள்ள தர்க்கம் உண்டாயிற்று. അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. see அந்த மணவாட்டி எப்படிப்பட்ட மணவாட்டி பாருங்க. എങ്ങനെയുള്ള മണവാട്ടിയാണ് എന്ന് നിങ്ങൾ നോക്കുക. தனக்கானது தேடுறது, തങ്ങളുടെ സ്വന്തം അന്വേഷിക്കുക, സ്വന്തം ഗുണം അന്വേഷിക്കുക. யார் பெரியவன் சொல்லிட்டு வாக்குவாதம், ആരാണ് വലിയവൻ എന്ന് അവർക്കിടയിൽ അന്യോന്യം വാഗ്വാദം ഉണ്ടാക്കുന്നവർ. முறுமுறுக்கிற மணவாட்டி, മുറുമുറുക്കുന്ന മണവാട്ടി. ஒரு காரியத்தை விசுவசிக்க கூடாதபடிக்கு மந்த இருதயம் உள்ள மணவாட்டி, ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയാത്ത മന്ദ ഹൃദയമുള്ള ഒരു മണവാട്ടി. ஜெபிக்க சொன்னா தூங்குகிற மணவாட்டி, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉറങ്ങുന്ന മണവാട്ടി. மறுதலிக்கிற மணவாட்டி, തള്ളിപ്പറയുന്ന മണവാട്ടി. விட்டு ஓடி போகிறதான மணவாட்டி, വിട്ട് ഓടിപ്പോകുന്ന മണവാട്ടി. இப்படிப்பட்ட மணவாட்டி ஜீசஸ் என்ன சொல்றார்? verse 28 வாசிக்கிறோம். ഇങ്ങനെയുള്ള മണവാട്ടിയെ കുറിച്ച് യേശു എന്താണ് പറയുന്നത്? எனக்கு நேரிட்ட சோதனைகளில் என்னோடு கூட நிலைத்திருந்தவர்கள் நீங்களே. എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ നിങ്ങളാണ്. எப்படி ஜீசஸ்னால இந்த வார்த்தையை சொல்ல முடிஞ்சது? യേശുവിന് എങ്ങനെയാണ് ഈ വാക്കുകൾ പറയുവാനായിട്ട് കഴിഞ്ഞത്? மீண்டுமாய் கேட்கிறேன், எப்படி ஜீசஸ்னால இந்த வார்த்தையை சொல்ல முடிஞ்சிச்சு? ഞാൻ വീണ്ടും ചോദിക്കട്ടെ, എങ്ങനെയാണ് യേശുവിന് ഈ ഒരു വാക്കുകൾ പറയുവാനായിട്ട് കഴിഞ്ഞത്? இவ்வளவு காரியங்கள் இன்னும் வேதத்துல எவ்வளவு பலவீனங்கள்லாம் அவர்களிடத்துல இருக்கு. എത്രയധികം, ഇതിലും അധികം എത്രയധികം ബലഹീനതകൾ ഈ ശിഷ്യന്മാരിലുണ്ട്. எவ்வளவு மைனர் திங்ஸ், எவ்வளவு குறைவுகள், இன்ஃபர்மேட்டிவ்ஸ், வீக்னஸஸ் அவர்கிட்ட இருக்கு. ആ ശിഷ്യന്മാരിൽ എത്രയധികം കുറവുകളും ബലഹീനതകളും അങ്ങനെയുള്ള അപ്രധാനമായ കാര്യങ്ങൾ എത്രയധികം ഉണ്ടായിരുന്നു. இவரால் எப்படி சொல்ல முடிந்தது என்றால், എന്നാൽ എങ്ങനെയാണ് യേശുവിന് ഈ രീതിയിൽ അവരെ അഭിനന്ദിക്കുവാനായിട്ട് കഴിഞ്ഞത്? ജീസസ് he majored on major things. യേശു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം നൽകിയത്. ഇതെല്ലാം ജീസസ്ക്ക് മൈനർന്ന് தெரியும். ഇതൊക്കെ അവർക്ക്, യേശുവിന് ഈ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്ന ഈ കുറവുകളൊക്കെ അതൊരു അപ്രധാനമായ കാര്യമാണ് എന്ന് യേശു காண்பித்த அத்தனை விஷயங்களும் பரிசுத்த ஆவியானவர் பெந்தகோஸ்தே நாள்ல வரும் பொழுது இவர்கள் பலனடைந்து எனக்கு சாட்சியா நின்றுவாங்க. പരിശുദ്ധ ആത്മാവ് ആ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വരുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് ശക്തി ലഭിക്കുകയും അവർ അന്ന് ബലത്തോടെ നിൽക്കും എന്ന് യേശുവിന് അറിയാമായിരുന്നു. ഇപ്പൊ അവർക്ക് ബലൻ ഇല്ല, ഇപ്പോൾ അവർക്ക് ബലമില്ല, അവർ ബലഹീനരാണ് എന്ന് യേശു അറിഞ്ഞു. അതിനാൽ இந்த பலவீனங்கள்லாம் அவருடைய வீக்னஸஸ் எல்லாம் அப்படி காணப்படுது. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള ബലഹീനതകളൊക്കെ ഉണ്ട് എന്ന് യേശു മനസ്സിലാക്കി. ഞാൻ இந்த மைனர் திங்ஸ் எல்லாம் இப்ப நான் ஃபோக்கஸ் பண்ண மாட்டேன். ഞാനിപ്പോൾ ഇവരുടെ ഈ കുറവുകളിലല്ല ഞാനിപ്പോൾ എന്റെ കണ്ണ് ഊന്നാൻ പോകുന്നത്. ഇവരിടത്തിൽ മേജർ തിങ്സ് ഇருக்கு. ഇവരിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്നെ മേജർ തിങ്സ്? അത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പീറ്റർ, ആൻഡ്രൂ, ഫോളോ മീ அப்படின்னு நான் சொன்னேன். പത്രോസേ, അന്ത്രയോസേ, നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. அப்படி இமிடியேட்டா என்ன செஞ்சாங்க அப்படின்னா, போட்டெல்லாம் விட்டுட்டு அப்படியே பின்னால வந்தாங்க. നിങ്ങൾ ഉടനെ ആ ബോട്ടും ഒക്കെ വിട്ട് എന്റെ പുറകെ നിങ്ങൾ വന്നല്ലോ. ജോൺ, ജെയിംസ്, ഫോളോ മീ அப்படின்னு சொன்னேன். യോഹന്നാനെ, യാക്കോബേ, നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ அப்படியே அவருடைய தகப்பனாரை விட்டு, போட்டை விட்டு, നെറ്റை விட்டு அப்படியே என்ன ஃபாலோ பண்ணாங்க. അപ്പനെയും ബോട്ടിനെയും തങ്ങളുടെ വലയെയും വിട്ട് ഉടനെ തന്നെ നിങ്ങൾ യേശുവിനെ പിൻപറ്റിയല്ലോ, നിങ്ങൾ എന്നെ പിൻപറ്റിയല്ലോ. മാത്യു, ഫോളോ മീ அப்படின்னு சொன்னேன். മത്തായി, നിങ്ങൾ എന്നെ പിൻപറ്റുവാനായിട്ട് പറഞ്ഞപ്പോൾ அப்பயே வேலை ரிசைன் பண்ணிட்டு என்ன ஃபாலோ பண்ணிட்டாப்ல. ഉടനെ നിങ്ങൾ ജോലി രാജിവെച്ച് നിങ്ങൾ എന്റെ പുറകെ വന്നല്ലോ. நான் கூப்பிட்ட மாத்திரத்துல என்ன ஃபாலோ பண்ணவர்கள், ഞാൻ വിളിച്ച ഉടനെ എന്റെ പുറകെ വന്നവരാണ് നിങ്ങൾ. വേലയെ വിട്ടവர்கள், ജോലിയെ രാജിവെച്ചവർ, ഉറവുകളെ വിട്ടവர்கள், ബന്ധുക്കാരെ വിട്ടവർ. ജീസസ് എதை பார்த்தாருன்னா ഇത് മേജർ തിങ്ങാ பார்த்தார். യേശു ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി കണ്ടു. അത് മാത്രമല്ല இந்த 3 வருஷ காலமாய் என்னோடு கூட இருக்கிற ஷேம் நீங்க அனுபவிச்சீங்க. நீங்க അത് മാത്രമല്ല, ഈ 3.5 വർഷക്കാലം എന്റെ കൂടെ നിങ്ങൾ നടന്ന് ഞാൻ അനുഭവിച്ച നിങ്ങൾ എന്നോട് കൂടെ ചേർന്നത് വഹിച്ചല്ലോ. ചിലർ യേശു ക്രിസ്തുവിന്റെ നാമത്തെ சொல்றதுக்கே பயந்தாங்க. ചിലരൊക്കെ യേശുവിന്റെ നാമം പറയുന്നത് തന്നെ അവർക്ക് പേടിയായിരുന്നു. നിക്കോദേമുള്ള രാത്രിയിൽ വந்தார்.
നിക്കോദേമസ് പേടിച്ചിട്ട് രാത്രിയിലാണ് യേശുവിന്റെ അടുക്കൽ വന്നത്. അരിമത്യാവൂർ ജോസഫ് സീക്രട്ട് ഡിസൈപ്പിൾസ് இருந்தாங்க. അരിമത്യയിലുള്ള ജോസഫ് അവൻ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. இப்படிப்பட்ட சூழ்நிலைகளில் இயேசு என்னோடு கூட இருக்கக்கூடியதான சீஷர்கள் 3.5 வருஷமாய் നിന്ദയെ അനുഭവിച്ചാണ്. എന്നോട് കൂടെ ഈ 3.5 വർഷം ഈ ശിഷ്യന്മാർ അവര് ഈ നിന്ന എന്നോട് കൂടെ ചേർന്ന് അവര് വഹിച്ചല്ലോ. യെസ്, ജീസസ് ഇതാ മേജറാ പാത്താർ. യേശു ഇതിനെയാണ് പ്രധാനപ്പെട്ട കാര്യമായി യേശു കണ്ടു. ഇங்கே எங்கேயுமா சில வீக்னஸஸ் எல்லாம் இருக்கு. ഇവിടെയും അവിടെയും ഒക്കെ ചില കുറവുകൾ ഉണ്ട്. ഇതെല്ലാം പരിശുദ്ധ ആവിയാനവർ വരുമ്പോൾ നിറവാകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിയാകും. ഇപ്പൊ இந்த വാർത്തയെ പാപ്പും. ലുക്ക് 22:28. ലൂക്കോസ് 22:28 വാക്യം. സോധനകളിൽ എന്നോട് കൂടെ നിലത്തിരുന്നവர்கள் നീങ്ങളെ. എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവരാണ് നിങ്ങൾ. 3.5 വർഷം എന്നോട് കൂടെ കൂടെ ഇരുന്നീங்க நீங்க. 3.5 വർഷം നിങ്ങൾ എന്നോട് കൂടെ നിലനിന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നെ മുഴുமையா எல்லாத்தையும் விட்டுட்டு എന്നെ ഫോളോ பண்ணீங்க. നിങ്ങൾ മുഴുവനും വിട്ട് എന്റെ പുറകെ നിങ്ങൾ വന്നല്ലോ. എന്നോട് കൂടെ നിലത്തിരുന്നവர்கள் നീങ്ങളെ. എന്നോട് കൂടെ നിലനിന്നവരാണ് നിങ്ങൾ. പ്രിയമാனவர்களே, இப்படி ஜீசஸ் தன்னுடைய மணவாட்டியை பார்த்தது போலவே പുരുഷர்களാകിയ നാം നമ്മളുடைய ബലവീനமான മனைവിമാർകളെ നാം പാർക്കണം. യേശു തന്റെ ശിഷ്യന്മാരെ എപ്രകാരം ഈ കണ്ടതുപോലെ ഭർത്താക്കന്മാരായ നാം ബലഹീനരായ നമ്മുടെ ഭാര്യമാരെ ഈ രീതിയിൽ നാം കാണണം. യെസ്, അല്ലെ ഡേ വിൽ കം. இந்த குறைவுகள் எல்லாம் நிறைவாய் மாறுறதுக்கு வரும். டேஸ் வரும். ഈ ബലഹീനതകൾ, ഈ കുറവുകൾ മാറുവാനുള്ള ഒരു ദിവസം വരും. ஆனால் நாம் எதை பார்க்கணும் அப்படின்னா அவரிடத்தில் உள்ள மேஜர் காரியங்கள் எல்லாம் நான் பார்க்கணும். എന്നാൽ ഈ ഭാര്യമാരിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നിങ്ങൾ നോക്കുക. என்னுடைய ஃபேமிலி லைஃப்ல எப்ப இந்த வார்த்தைக்கு எனக்கு எப்ப லூக் 22:28 எனக்கு வெளிச்சமாய்க்கு ஆண்டவர் கொடுத்தாரோ அப்பொழுதிலிருந்து என் மனைவியை நான் பார்க்கிற விதமே வேற மாறிடுச்சு. ഈ ലൂക്കോസ് 22:28 വാക്യം അത് എന്റെ കുടുംബ ജീവിതത്തിൽ ഒരു വെളിച്ചമായി ദൈവം എനിക്ക് നൽകിയപ്പോൾ ഞാൻ എന്റെ ഭാര്യയെ കാണുന്ന ആ കാഴ്ച തന്നെ, എന്റെ നോട്ടം തന്നെ ആകെ മാറിപ്പോയി. കാഴ്ചപ്പാട് മാറിപ്പോയി. ബലഹീനങ്ങൾ എല്ലാം ഇപ്പൊ ഞാൻ പാക്കുന്നതേ കിടേ. മൈനർ തിങ്സ് എല്ലാം ഞാൻ പാക്കുന്നത് കിടേ. എന്റെ ഭാര്യയുടെ കുറവുകൾ, ഈ തരത്തിലുള്ള ബലഹീനങ്ങൾ, ഇതൊന്നും ഞാനിപ്പോ നോക്കാറേ ഇല്ല. യെസ്, എൻ മனைவியினுடைய മേജർ തിങ്സ് എല്ലാം ഞാൻ പാക്കറേ. ഞാനിപ്പോൾ എന്റെ ഭാര്യയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. എവ്വളോ മേജർ തിങ്സ്. എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്ര വർഷത്തിനുடைய കുടുംബ ജീവിതത്തിൽ എവ്വളോ മേജർ തിങ്സ്. ഇത്ര വർഷത്തെ കുടുംബ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ. യെസ്, அப்பப்ப ഫാമിലി ഗെറ്റ് ടുഗദർ വരുമ്പൊழுது അപ്രീഷിയേറ്റ് പண்ற കാര്യങ്ങൾ, താങ്ക് പண்ற കാര്യങ്ങൾ, ഒരു ഫാമിലിയുടെ കുടുംബം ഞങ്ങൾ ഒന്ന് ചേരുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം നന്ദി പറഞ്ഞ, നല്ല വാക്കുകൾ പറഞ്ഞ കാര്യങ്ങൾ. യെസ്, പ്രിയമാനവர்களே, we should அப்படி அவர்களை அப்ரிஷியேட் பண்ணணும். നാം പ്രിയമുള്ളവരെ, നാം അവരെ ആ രീതിയിൽ ബഹുമാനിക്കണം, അവരെ അഭിനന്ദിക്കണം. അത് അവരെ ഉത്സാഹപ്പെടുത്തുന്ന കാര്യം. അതെല്ലാം അതൊക്കെ അവരെ ഉത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എവ്വളോ മേജർ തിങ്സ് എല്ലാം ഞാൻ பார்த்திருக்கேன் என் வைஃப்ட்ட. എന്റെ ഭാര്യയിൽ എത്ര നല്ല കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. நான் அவர்கிட்ட சொல்லி அதை என்னுடைய பிள்ளைகளிடத்திலே சொல்லி நான் என்கரேஜ் பண்ணியிருக்கேன். ஜீசஸ் பாருங்க, இவ்வளவு குறைச்சல் இருக்கும் பொழுதே சொன்னார், என்னோடு கூட நேரிட்ட சோதனைகளை நிலைத்திருந்தவர்கள் நீங்களேன்னு சொன்னார். ഈ ശിഷ്യന്മാർക്ക് ഇത്രയധികം കുറവുകളുള്ളപ്പോഴും ഇതാ യേശു പറയുന്നു, എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവരാണ് നിങ്ങൾ. என்னுடைய ஒய்ஃபினுடைய காரியங்களை நான் நிறைய ஒய்ஃப்ட்ட என்கரேஜ் பண்ணி நான் உற்சாகப்படுத்தியிருக்கேன் அவர்களை. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തിരുന്ന് അവളുടെ എത്രയോ കാര്യങ്ങൾ, അവളുടെ ഈ പ്രധാനപ്പെട്ട നന്മകളെ കുറിച്ച് ഞാൻ അവളോട് പറഞ്ഞ് അവളെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തനിയാதான் ഉட்கார்ந்து വീട്ടിൽ இருக்காங்க. ഇപ്പൊ തനിയെ അവിടെ വീട്ടിലായിരിക്കുന്നു. என்னுடைய 92-year-old என்னுடைய ഡാഡിയെ she is looking after now. എന്റെ 92 വയസ്സുള്ള എന്റെ പിതാവിനെ എന്റെ ഭാര്യയ്ക്ക് നോക്കേണ്ടതുണ്ട്, അതുകൊണ്ട് വീട്ടിലാണ്. ഇപ്പൊ ഞാൻ മതിയം പോയി ഞാൻ ഫോൺ പണ്ണേ. ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭാര്യയ്ക്ക് ഫോണിൽ ഞാൻ വിളിച്ചു. ഫാദറുടെ കണ്ടീഷൻ കൊഞ്ചം മുടിയാമ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ. എന്റെ പിതാവിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. പിള്ളേരെല്ലാം വെളിയില ദൂരത്തിൽ ഇരിക്കാங்க. മക്കളൊക്കെ പല സ്ഥലങ്ങളിൽ ദൂരെയാണ്. அவர்களுக்கு நான் இருந்து செய்ய வேண்டிய சில ஜென்ஸ் இருந்து பையனா இருந்து செய்ய வேண்டிய காரியத்தை அவர்கள் இந்த காரியங்கள் எல்லாம் செஞ்சுட்டு இருக்காங்க. ഞാൻ ഒരു പുരുഷൻ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങൾ എന്റെ ഭാര്യ ഇപ്പോൾ അവിടെ ചെയ്യുകയാണ്. യെസ്, ഇതെല്ലാം എപ്പടി നാം പാക്കണതില്ല മേജർ തിങ്സ്. ഇതൊക്കെ നാം വലിയ കാര്യങ്ങളായിട്ട് നാം കാണണം. ചില വിഷയങ്ങളിൽ ഏതാவது மைனரா சில விஷயங்கள் இருக்கும். ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. அதை நான் அந்த மைனருக்காக நான் ஏதாவது நான் கோபப்படுறேன்னு வச்சுங்க, நான் என்ன சொல்றது, ഞാൻ അങ്ങനെയുള്ള ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കോപപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ എന്താണ് എന്നെ കുറിച്ച് പറയേണ്ടത്? ഞാൻ നന്ദി കെട്ടവനാണ്. ഞാൻ നന്ദിയില്ലാത്തവനാണ്. നന്ദിയില്ലാത്തവൻ. ഞാൻ നന്ദിയില്ലാത്തവനാണ്. യെസ്,
எவ்வளவு மேஜர் பார்ட் அவங்கள்ட்ட கீழ்ப்படிஞ்சிட்டு இருக்காங்க. എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. எஸ், இத்தனை வருஷத்தினுடைய ஃபேமிலி லைஃப்ல கடன் இல்லாம கொண்டு போறதுக்கு உண்டான காரியத்தை அவர்களுடைய பார்ட் இல்ல அப்படின்னா என்னால முடியாது. ഇത്രയും വർഷത്തെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു കടം വാങ്ങാതെ, കടമില്ലാതെ ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് എന്റെ ഭാര്യയുടെ പങ്ക് വളരെയധികമാണ്. ഇല്ലെങ്കിൽ പറ്റില്ലായിരുന്നു. ഡിയർ സിസ്റ്റേഴ്സ്, உங்களுடைய பார்ட் அது. പ്രിയ സഹോദരിമാരെ, അത് നിങ്ങൾക്ക് അതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. எஸ், அநேக சூழ்நிலைகளில், പല സാഹചര്യങ്ങളിലും, அல்ல அநேக சூழ்நிலைகளில் நாம் கடன்படும்படியான ஒரு சூழ்நிலை வரும்பொழுதெல்லாம் மனைவியானவள் தன் புருஷனுக்கு நன்மை செய்கிறாள் அப்படின்னு வாசிக்கிறோம். പല സാഹചര്യങ്ങളിലും നാം Proverbs chapter 31, സദൃശവാക്യങ്ങൾ 31-ാമത്തെ അധ്യായം, Proverbs chapter 31, സദൃശവാക്യങ്ങൾ 31. நிறைய godly women உடைய virtuesலாம் chapter 31ல சொல்லப்பட்டிருக்கு. അവിടെ ദൈവഭക്തയായ ഒരു സ്ത്രീയുടെ പല ഗുണങ്ങളെക്കുറിച്ചും അവിടെ 31-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. verse 12 வாசிக்கிறோம். അവിടെ 12-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: உயிரோடு இருக்கிற நாளெல்லாம் தன் புருஷனுக்கு தீமை அல்ல நன்மையே செய்கிறாள். അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. எஸ், எவ்வளோ நன்மை, அதுல ஒரு நன்மை என்ன அப்படின்னா ஒரு காலம் நம்மளுடைய கடனுக்கு கொண்டு வந்து நிப்பாட்டாம இருக்கிறது. അവള് എത്രയെത്ര നന്മകളാണ് ചെയ്യുന്നത്. അതിൽ ഒരു നന്മ എന്ന് പറയുന്നത് കടക്കാരന്റെ മുമ്പിൽ വന്ന് നിൽക്കുവാനായിട്ട് അവൾ അനുവദിക്കുന്നില്ല. அது யாருடைய சப்போர்ட் வேணும் அப்படின்னா ஒய்ஃபினுடைய சப்போர்ட் வேணும். அதுல അതിന് ഭാര്യയുടെ ഒരു കൈത്താങ്ങില്ലാതെ അത് നടക്കുകയില്ല. இந்த அளவுக்கு நமக்கு செலவு, நம்ம சிக்கனமா நம்மளுடைய பினான்சியல் சர்க்கிளுக்குள்ள நம்ம இருப்போம் அப்படின்னு பொழுது முடிவு எடுக்கும் பொழுது அது மனைவியினுடைய கோஆபரேஷன் அந்த இடத்துல வேணும். നാം നമ്മുടെ വൃത്തത്തെ ചുരുക്കി നമ്മുടെ സാമ്പത്തിക ആ പരിധിക്കുള്ളിൽ നാം നിൽക്കണം എന്ന് പറയുമ്പോൾ ഭാര്യയുടെ ഒരു പങ്ക്, ഭാര്യ അതിനോട് കോപ്പറേറ്റ് ചെയ്യാതെ നടക്കുകയില്ല. எஸ், இன்னைக்கு இருக்கக்கூடியதான யங் கப்புள், ഇന്ന് ഉള്ള ചെറുപ്പക്കാരായ ദമ്പതിമാർ, இங்க உள்ள இளைய கப்புள்ஸ்க்கு நான் சில കാര്യங்களை சொல்லி உற்சாகப்படுத்த விரும்புகிறேன். ഇവിടെയുള്ള യങ് കപ്പിൾസ്, അധികം പ്രായമില്ലാത്ത ചെറുപ്പക്കാരായ ദമ്പതിമാർക്ക് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെച്ച് നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. நான் 1988ல ஜாக் அவர்கள் மூலமா இந்த சத்தியத்தை நான் கேட்டேன். ഞാൻ 1988ലാണ് സാക്കിൽ നിന്ന് ഈ സത്യങ്ങളെ ഞാൻ കേട്ടത്. எங்களுக்கு 86ல மேரேஜ். ഞങ്ങൾക്ക് 1986ലായിരുന്നു ഞങ്ങളുടെ വിവാഹം. 88ல ஜாக் கான்ஃபரன்ஸ்ல மீட் பண்றோம். 88ലാണ് സഹോദരൻ സാക്കിനെ ഒരു കോൺഫറൻസിൽ ഞങ്ങൾ കണ്ടത്. നല്ല കുടുംബത്തിനുடைய ആരംഭത്തിലേ ഞങ്ങൾ CFCയിൽ വന്നിട്ടோம். ഞങ്ങളുടെ കുടുംബത്തിന്റെ ആ കാലത്തിൽ തന്നെ, കുടുംബം തുടങ്ങിയ ആരംഭകാലത്തിൽ തന്നെ ഞങ്ങൾ CFCയിൽ വന്നു. അതിനാൽ பெரிய 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 அபாயங்கள், டேஞ்சர்ஸ்ல விழாதபடிக்கு நாங்கள் காக்கப்பட்டிருந்தோம். അതുകൊണ്ട് തന്നെ വലിയ കുഴികളിൽ ചെന്ന് ചാടാതെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. அந்த நாட்கள்ல நம் பெங்களூர்ல கான்ஃபரன்ஸ் ஜாக் மூலமா நான் கேட்ட செய்தி. അന്ന് ബാംഗ്ലൂരിലുള്ള കോൺഫറൻസിൽ സാക്ക് ബ്രദറിൽ നിന്ന് ഞാൻ കേട്ട സന്ദേശം: സേവ് നൗ ബൈ ലേറ്റർ. ഇപ്പോൾ നിങ്ങൾ പണം ചേർത്ത് വെക്കുക, സമ്പാദിക്കുക, പിന്നീട് വാങ്ങുക. സേവ് നൗ ബൈ ലേറ്റർ. നിങ്ങൾ ഇപ്പോൾ പണം ചേർത്ത് വെക്കുക, പിന്നീട് വാങ്ങുക. இன்னைக்கு இருக்கிற காலம் எப்படின்னா, ഇന്നത്തെ കാലം എങ്ങനെയാണ്? ബൈ നൗ, ഇപ്പോൾ വാങ്ങുക, പേ ലേറ്റർ. പേ ലേറ്റർ, പിന്നീട് പണം കൊടുക്കുക. അതാ இன்னைக்கு இருக்கக்கூடிய ട്രെൻഡ്. இன்னைக்கு ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുന്ന ഇന്നത്തെ ഒരു രീതി ഇതാണ്: ഇപ്പോൾ വാങ്ങുക, പണം പിന്നീട് കൊടുത്താൽ മതി. എല്ലാം EMI, എല്ലാം ഇങ്ങനെ മാസം പണം അടയ്ക്കുന്ന EMI കൊടുത്താൽ മതി. എത്ര EMI தான் ஒருத்தங்க வச்சுக்க முடியும்? ഒരാൾക്ക് എത്രയാണ് ഇങ്ങനെ EMI മാസം പണം അടച്ചുകൊണ്ടേയിരിക്കുക? ഇതിലെ EMI എല്ലായിടത്തും ഇവിടെയും ഇൻസ്റ്റാൾമെന്റ് മാസം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് നോട്ട് ദ വേ ഓഫ് ലൈഫ്. ഇത് ഒരു ജീവന്റെ വഴിയല്ല. ഇത് ഇടുക്കവും നെരുക്കமான പാതയിൽ, ഇത് വിശാലமான പാത. ഇത് ഇടുക്കവും ഞെരുക്കവുമുള്ള ഒരു പാതയല്ല, വഴിയല്ല. അത് ഒരു വിശാലമായ വഴിയാണ്. യെസ്, ജീസസിനുடைய ലൈഫിൽ ജീസസിനുடைய அதிகமாய் பயன்படுத்தினதான ஒரு கோட். என்ன கோட் அப்படின்னா, യേശു വളരെ അധികമായിട്ട് ഉപയോഗിച്ച ഒരു കൊട്ടേഷൻ ഉണ്ട്. ജോൺ ചാപ്റ്റർ 7, ഒരു ഉദ്ധരണി, യോഹന്നാൻ 7-ാം അധ്യായം വേഴ്സ് 6. நல்ல வார்த்தை. യോഹന്നാൻ 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇത് ജീസസിനുடைய വേർഡ്, ഇത് என்னுடைய വേർഡ്സും കൂടെ. ഇത് യേശുവിന്റെ വാക്കുകളാണ്, അത് എന്റെയും വാക്കുകളാണ്. ജോൺ ചാപ്റ്റർ 7 വേഴ്സ് 6.
യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. இயேசு அவர்களை நோக்கி என் வேளை இன்னும் வரவில்லை. യേശു അവരോട് എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. உங்கள் வேலை எப்பொழுதும் ஆயத்தமாயிருக்கு. നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. உங்களுக்கு 4 வீலர் வாங்கணும்னா வேலை அவசியம் எப்பொழுதும் ஆயத்தமா இருக்கிறது. നിങ്ങൾക്ക് കാറ് വാങ്ങണോ, എപ്പോഴും നിങ്ങൾക്ക് അതിന്റെ സമയമായിട്ടുണ്ട്. ஒரு வீடு வாங்கணும் அப்படின்னா வேலை உங்களுக்கு ஆயத்தமா இருக்கிறது. വീട് വാങ്ങണോ, നിങ്ങൾക്ക് എപ്പോഴും സമയം അതിന് നിങ്ങൾക്ക് റെഡിയാണ്. ஒரு வீட்டுல ஏதாவது முக்கியமான ஒரு தேவையை நீங்க பாக்குறீங்க, அது தேவையில்லை, விருப்பம், ஒரு விருப்பப்படுறீங்க, அது வாங்கணும் அப்படின்னா உடனே வாங்கிடலாம். ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു ആവശ്യമല്ല, എന്റെ ഒരു ആഗ്രഹം, എനിക്ക് അത് കിട്ടിയാൽ കൊള്ളാം, ഉടനെ അത് പോയി വാങ്ങുന്നു. எப்பொழுதும் வேலை அவர்களுக்கு ஆயத்தமா இருக்கிறது. ഏത് സമയത്തും എന്തും വാങ്ങാൻ അവർ റെഡിയാണ്. അവർക്ക് എപ്പോഴും സമയം റെഡി. ஏன்னா இன்னைக்கு இருக்கக்கூடியதான எல்லா நிறுவனங்களும் எல்லா பேங்க்ஸ் என்ன செய்யறா அப்படின்னா ബൈ നൗ പേ ലേറ്റർ. അപ്പൊ ഇന്നുള്ള എല്ലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എല്ലാവരും പറയുന്നത് വാങ്ങിക്കോ, ഇപ്പൊ തന്നെ വാങ്ങിക്കോ, പൈസ പിന്നെ തന്നാ മതി. ஆனால் ஜீசஸ்னுடைய வேர்ட் என்ன அப்படின்னா, എന്നാൽ യേശുവിന്റെ വാക്കുകൾ എന്തായിരുന്നു? என் வேலை இன்னும் வரவில்லை, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. Praise the Lord. ദൈവത്തിന് സ്തോത്രം. இந்த வார்த்தை எனக்கு அந்த நாட்கள்ல 88, 89 எனக்கு வந்த வார்த்தை. ഇത് 88, 89 സമയങ്ങളിൽ തന്നെ എനിക്ക് ദൈവം എന്നെ മനസ്സിലാക്കി തന്ന വചനമാണിത്. எங்களுடைய ஃபேமிலி லைஃப்ல 28வது வருஷத்துலதான் நான் வாஷிங் மிஷின் வாங்கணும். ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ 28ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയത്. 25வது வருஷத்துலதான் ഫ്രിഡ്ജ് വാങ്ങണം. 25ാമത്തെ വർഷത്തിൽ, കുടുംബജീവിതത്തിന്റെ 25ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിയത്. 25 വർഷം കഴിച്ചുதான் ഫ്രിഡ്ജ് பார்த்தோம். 25 കുടുംബജീവിതം 25 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഫ്രിഡ്ജ് കണ്ടത്. 28 വർഷമായി നാം കണവൻ മனைவி தான் തുണി തുപ്പோம். ഞങ്ങള് ഭാര്യയും ഭർത്താവും ഞങ്ങളാണ് ഞങ്ങളുടെ തുണി കഴുകിക്കൊണ്ടിരുന്നത്. ആகையினால் நான் மற்றவர்கள் அப்படி இருக்கணும் நான் சொல்றதில்ல. ഞങ്ങൾ അങ്ങനെ ആയിരുന്നതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. நான் என்ன சொல்லுவேன், என் வேலை வரவில்லை எனக்கு. ഞാൻ പറയുന്നത് എന്റെ സമയം വന്നിട്ടില്ലായിരുന്നു. ஏன்னா பிள்ளைகள் 4 பிள்ளைகள் எனக்கு. കാരണം എനിക്ക് 4 ആൺമക്കൾ ഉണ്ടായിരുന്നു. സിംഗിൾ ഇൻകം. എനിക്ക് ഒറ്റ വ്യക്തി, ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്, അത് മാത്രമേ എനിക്ക് വരുമാനമുള്ളൂ. என்னுடைய கன்விக்ஷன் என்ன அப்படின்னா, தேவனுடைய வேலை இல்லாம இது செஞ்சிடக்கூடாது. എനിക്ക് ഉണ്ടായിരുന്ന ബോധ്യം, ദൈവത്തിന്റെ സമയം ആയിട്ടില്ലെങ്കിൽ ഞാൻ അത് ചെയ്യാൻ പാടില്ല. കടൻപെടാമ വാഴണം, ഞാൻ കടമില്ലാതെ ജീവിക്കണം, സേവ് പണി വാങ്ങണം, ഞാൻ സമ്പാദിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കേണ്ടത്. அந்த பிரின்சிபல் அந்த கன்விக்ஷன்ல ஆரம்பத்துல நான் வந்துட்டோம். அப்படி ഞാൻ ആരംഭം മുതൽ ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു ബോധ്യത്തിൽ ഞാൻ വന്നു. ஆகையினால் நேரம் எப்ப வாங்கிட்டோம் அவ்வளவுதான். അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരൊക്കെ വാങ്ങിക്കുമെങ്കിൽ വാങ്ങിക്കോട്ടെ, എന്റെ സമയം വന്നിട്ടില്ല. என்னோட நேரம் வரும்பொழுதுதான் வாங்க முடியும். എനിക്ക് എന്റെ സമയം വരുമ്പോൾ മാത്രമേ എനിക്ക് വാങ്ങുവാൻ കഴിയുകയുള്ളൂ. ஒவ்வொன்றும் வாங்கணும்னு நினைப்போம், ചില കാര്യങ്ങൾ വാങ്ങണം എന്ന് ചിന്തിക്കും. பிள்ளைகளுடைய எஜுகேஷன், பிள்ளைகளுக்கு க்ளோத்திங், பிள்ளைகளுக்கு ட்ரெஸ், எஜுகேஷன், மெடிசின்ஸ், ஓகே, எல்லாமே അതിലേ சரியா போயிடல. അപ്പോ അങ്ങനെ പലതും വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവർക്ക് മരുന്ന് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വാങ്ങുമ്പോഴേ പണം അത് തീർന്നിട്ടുണ്ടാവും. പ്രിയമാനവர்களே, there are two things money matters-ல. പ്രിയമുള്ളവരെ, പണത്തിന്റെ കാര്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി യങ് കപ്പിൾസ് சொல்றேன். പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ദമ്പതിമാർക്ക് ഞാനിത് പറയട്ടെ. One is righteousness in money matters. ഒന്ന്, പണകാര്യങ്ങളിൽ നീതി ആയിരിക്കുക എന്നതാണ് ഒന്ന്. இன்னொன்று faithfulness in money matters. മറ്റൊന്ന്, പണകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഒന്നെ വിட righteousness in money matters കാട്ടിലും faithfulness in money mattersங்கிறது higher plane. പണകാര്യങ്ങളിൽ ഞാൻ നീതിമാനായിരിക്കുന്നു, നീതിയുള്ളവനാണ് എന്നതിൽ നിന്നും ഒരു പടി മുകളിലാണ് ഞാൻ പണകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നു എന്നുള്ളത്. നമ്മളുടെ CFC-ல righteousness in money matters-ல പ്രശ്നം ഇല്ല. നമ്മുടെ CFC സഭകളിൽ നീതിപൂർവ്വം പണകാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ള കാര്യങ്ങളിൽ അത് വലിയ കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് തോന്നുന്നു. നമ്മളുടെ ഏർണിംഗ് എല്ലാമേ even 1 rupee righteous earning. Praise the Lord. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന പണമൊക്കെ നീതിപൂർവ്വം ലഭിച്ച പണമാണ്. அப்படிப்பட்ட സത്യത്തെ നാം തുടർന്ന് സഭയിൽ നാം ബോധിക്കുന്നതിനാൽ കേൾക്കുന്നതിനാൽ righteous earning, we praise the Lord for it. നാം തുടർമാനമായിട്ട് സഭകളിൽ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആ സമ്പാദ്യമെല്ലാം നീതിപൂർവമുള്ള സമ്പാദ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ஆனால் faithfulness in money matters അനേകർ തപ്പ് പണിയിറാங்க. എന്നാൽ ഇന്ന് പണകാര്യങ്ങളിലുള്ള വിശ്വസ്തത അനേകരും ആ കാര്യത്തിൽ തെറ്റ് ചെയ്യുന്നവരാണ്. ലൂക്ക് 16-ல ജീസസ് சொன்னதான പാരബിൾ அப்படி വരിസையா சொன்னாரு. ഫസ്റ്റ് ഒരു പാരബിൾ சொன்னாரு. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ആദ്യം ഒരു ഉപമ പറഞ്ഞു. அதுக்கப்புறம் தான் 3 faithfulness வரிசையா சொல்லுவாரு. അതിനെ തുടർന്നാണ് 3 തരത്തിലുള്ള വിശ്വസ്തതയെ കുറിച്ച് പറയുന്നത്. இந்த faithfulness சொல்லும் பொழுது ஒரு ஸ்டீவார்ட குறித்து சொன்னார். ഇവിടെ അങ്ങനെയുള്ള ഉത്രാണക്കാരനെ குறித்து சொன்னார்.
അവിടെ ഈ ഒരു വിശ്വസ്തതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവിടെ ഒരു കാര്യവിചാരകനെ കുറിച്ച് അവിടെ പറയുന്നത്. அதாவது பிரியமானவர்களே, பணத்துக்கு நீங்களும் நானும் ஓனர் கிடையாது. പ്രിയമുള്ളവരെ, പണത്തിന്റെ യജമാനൻ അത് യഥാർത്ഥത്തിൽ ഞാനും നീയുമല്ല. நம்ம பர்ஸ்ல இருக்கிற பணம், நம்மளுடைய சம்பாத்தியத்துக்கு எல்லாம் நீங்களும் நானும் ஓனர் கிடையாது. നമ്മുടെ പേഴ്സിലുള്ള പണം, നമ്മുടെ സമ്പാദ്യം, ഇതിനൊന്നും യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ ഞാനും നീയുമല്ല. நாம் உக்ரானுக்காரர்கள், ஸ்டீவார்ட்ஸ் தான் நாம். നാം അതിന്റെ കാര്യവിചാരകക്കാർ മാത്രമാണ്. we are accountable to God. നാം ദൈവത്തിനാണ് കണക്ക് കൊടുക്കേണ്ടത്. நாம் சம்பாதிக்கிற எல்லா பணத்துக்கு தேவனுக்கு நாம் கணக்கு ஒப்பிக்கணும். ഞാൻ സമ്പാദിക്കുന്ന എല്ലാ പണത്തിനും ഞാൻ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവനാണ്. எஸ், நம்மளுடைய சரீரத்துக்கு கணக்கு கொடுக்கணும். ഞാൻ നമ്മുടെ ശരീരത്തിന് ദൈവത്തിന് കണക്ക് കൊടുക്കണം. நம்மளுடைய நேரத்துக்கு கணக்கு கொடுக்கணும். നമ്മുടെ സമയത്തിന് ദൈവത്തിന് കണക്ക് കൊടുക്കണം. நம்மளுடைய மணிக்கு கணக்கு கொடுக்கணும். നമ്മുടെ പണത്തിന് കണക്ക് കൊടുക്കണം. நான் புருஷனா இருந்தானே என்னுடைய மனைவி பிள்ளைகளுக்கு நான் கணக்கு ஒப்பிக்கணும். ഞാനൊരു ഭർത്താവാണെങ്കിൽ എന്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, അവരുടെ കണക്ക് ഞാൻ ദൈവത്തിന് കൊടുക്കണം. நான் சர்ச்சில் ஒரு மூப்பனாய் இருப்பேனானால் என்னுடைய சர்ச்சில் உள்ள மந்தைக்கு நான் அக்கௌண்டபிள். ഞാൻ സഭയിൽ ഒരു മൂപ്പനാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമുള്ള സഭയിലെ ആ ആളുകൾക്ക് ഞാൻ ദൈവത്തിന് കണക്ക് കൊടുക്കണം. we are accountable to God. നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. நான் உனக்கு இவ்வளவு பணம் கொடுத்தேன்ல, கணக்கு கொடுப்பாரு ஆண்டவர். ഞാൻ നിനക്ക് ഇത്രയും പണം തന്നല്ലോ, നീ ആ പണത്തിന്റെ കണക്ക് എനിക്ക് തരിക എന്ന് കർത്താവ് ചോദിക്കും. എവനുക്ക് അധികം പണം കൊടുക്കപ്പെട്ടതോ അവൻ അധികമായി കണക്ക് ഒപ്പിപ്പാൻ. ആർക്കാണ് കൂടുതൽ പണം കൊടുത്തിട്ടുള്ളത് അവന് അധികം കണക്ക് കൊടുക്കണം. So നീ எப்படி, how did you spend that money? നിങ്ങൾ എങ്ങനെയാണ് ആ പണം ചെലവഴിച്ചത്? அந்த പണத்துக்கு நீ ஓனரா இருந்தியா இல்ல ஸ்டீவார்டா இருந்தியா? ആ പണത്തിന് നീ യജമാനനായിരുന്നോ അതോ നീ ആ പണത്തിന് കാര്യവിചാരക്കാരനായിരുന്നോ? അനേകർ பணத்துக்கு சொந்தக்காரர்களாய் ஓனரா ஃபீல் பண்றதுனாலதான் நினைச்சதெல்லாம் வாங்குறது, நினைச்சது போறது, நினைச்சது வாங்குறது. അനേക ആളുകൾക്കും ഈ പണത്തിന്റെ ഉടമസ്ഥൻ തങ്ങൾ തന്നെയാണ് എന്നുള്ള ബോധ്യം കൊണ്ടാണ് അവർക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ അവർ വാങ്ങുകയാണ്. விருப்பப்படுறதெல்லாம் வாங்குறது, അവർക്ക് തോന്നുന്നത്, ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങുന്നു. விருப்பப்படுற இடத்துக்கெல்லாம் போறது, ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം പോകുന്നു. കണ്ണുകൾ ഇച്ഛിக்கிறதெல்லாம் பார்க்கிறது, വാങ്ങുறது. കണ്ണിൽ തോന്നുന്നതെല്ലാം, മോഹിക്കുന്നതെല്ലാം വാങ്ങുന്നു. ஆனா ஜீசஸ்னுடைய காரியத்தை நான் வாசிக்கிறோம். എന്നാൽ യേശുവിന്റെ കാര്യത്തെ നാം എന്താണ് വായിക്കുന്നത്? എൻ വേല ഇന്ന് വരവില്ലേ, എന്റെ സമയം ഇതുവരെ വന്നിട്ട്. இந்த வார்த்தை ஜீசஸ் தன்னுடைய வாழ்க்கையில எத்தனை தடவை சொல்லியிருப்பாருன்னு தெரியல. യേശു തന്റെ ജീവിതത്തിൽ ഈ ഒരു വാക്യം ഇത് എത്ര പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. என்னோட பர்சனல் டெஸ்டிமனி ஒன்று சொல்ல விரும்புகிறேன். ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. எனக்கும் என்னுடைய பிள்ளைகளுக்கும் ஒரு வகையில கொஞ்சம் ஒரு மாதிரி ஆயிடுச்சு ஒரு காரியம். എനിക്കും എന്റെ മക്കൾക്കും ഇടയിൽ ഒരു 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 ഭിന്നത പോലെ ഉണ്ടായ ഒരു കാര്യം. TVS 50 நான் முதல்ல வச்சிருந்தேன். என்னோட ஒரு 2 വീലർ, ഫസ്റ്റ് 2 വീലർ TVS 50 வைத்திருந்தேன். എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഒരു TVS 50 എന്ന ഒരു മോപ്പഡ് ആയിരുന്നു. ആരംഭത്തിൽ ഇരുന്നത് അത് ആദ്യം ഞാൻ അതിലാണ് തുടങ്ങിയത്. அந்த TVS 50 நான் வந்து ஒரு 11,000 வாங்கினேன். ഞാൻ 11,000 രൂപയ്ക്കാണ് ആ TVS 50 വാങ്ങിയത്. அதுக்கப்புறம் தான் TVS XL ஒன்று வந்தது. അതിനുശേഷം TVS XL എന്ന് പറഞ്ഞൊരു മോപ്പഡ് വന്നു. ഓക്കെ, நான் அந்த TVS 50 11,000க்கு 11 ഇയേഴ്സ് ഓടിയിട്ടാണ്. ഞാൻ 11,000 രൂപയ്ക്ക് വാങ്ങിയ TVS 50 11 വർഷം ഞാൻ ആ വണ്ടി ഓടിച്ചു. இதுக்கு மேல அந்த வண்டி ஓடல. അതിനുശേഷം ഈ വണ്ടി അങ്ങോട്ട് ഓടാൻ ബുദ്ധിമുട്ടാണ്. அதுக்குள்ள இந்த பையனுங்களாம், என்னோட பையனுங்களாம் கொஞ்சம் அப்படியே വളർന്നിட்டாங்க கொஞ்சம். അപ്പൊ അതിനിടയിൽ മക്കളൊക്കെ കുറച്ച് വളർന്നു. ഡാഡി നല്ല ഹീറോ ഹോണ്ട വാങ്ങണം. അപ്പൊ ഡാഡി ഹീറോ ഹോണ്ട വാങ്ങണം, നല്ല ഹീറോ ഹോണ്ട വാങ്ങണം. ഇത് വേണ്ട, ഗിയർ വണ്ടിക്ക് പോയിടും, ഗിയർ വെഹിക്കിൾ പോയിടും. നമുക്ക് ഈ മോപ്പഡൊന്നും വേണ്ട, നമുക്ക് ഗിയർ ഉള്ള വണ്ടി വാങ്ങണം. அப்பதான் வந்து ஹீரோ ஹோண்டா அப்ப 45,000. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിലാണ് ഹീറോ ഹോണ്ട ഒക്കെ വന്നത്. 45,000 രൂപയാണ് അതിന്റെ വില. என்னுடைய இப்ப இந்த TVS 50 கொடுத்துட்டு ஹீரோ ஹோண்டா வாங்கலான்ட்டு ஒரு விருப்பம் எனக்கு இருந்துச்சு. எனக்கு അപ്പൊ എനിക്കും ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ, എന്നാ TVS 50 കൊടുത്തിട്ട് ഒരു ഹീറോ ഹോണ്ട വാങ്ങാം. ഇത് നേരാ പോയി കടയിൽ TVS 50 அந்த TVS ഷോപ്പിലേക്ക് പോണേன். അപ്പൊ ഞാൻ TVSന്റെ ആ ഷോപ്പിലേക്ക് തന്നെ, കടയിലേക്ക് തന്നെ പോയി. ഇത് എക്സ്ചേഞ്ച് മേളാന്ന് ഒന്ന് പോട്ടിരുന്നാங்க. അവിടെ ഒരു എക്സ്ചേഞ്ച് മേള ഉണ്ടായിരുന്നു. என்ன அப்படின்னா அதுல ஒரு இந்த வண்டி, இந்த TVS 50 3,000 റുപ്പീസ് நான் എടുത്തുக்கிறோம். അവര് പറഞ്ഞു, ഞങ്ങൾ ഈ TVS 50 3,000 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കോളാം. TVS XL அப்படிங்கிறது அப்போ வந்து 24,000. அப்ப അന്ന് TVS XL എന്ന് പറഞ്ഞ ആ മോപ്പഡിന് 24,000 രൂപയാണ് വില. என் கையில சேவிங்ஸ் 21,000 வச்சிருந்தேன். എനിക്ക് എന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം വന്ന് 21,000 രൂപ ഉണ്ടായിരുന്നു. 21,000 സേവിങ്സ്, 21,000 രൂപ എനിക്ക് സമ്പാദ്യമുണ്ട്. എക്സ്ചേഞ്ച് മേളയില പോട്ട ഒരു 3,000. എക്സ്ചേഞ്ച് മേളയിൽ ഞാൻ പോയാൽ എനിക്ക് 3,000 രൂപ കിട്ടും. മൊത്തം 24,000 ക്ലിയർ ആയിடுச்சு. അപ്പോ 24,000 രൂപ കറക്റ്റ്.
அப்ப இந்த டிவிஎஸ் 50 கொடுத்துட்டு எதை எடுத்திருந்தோம்? எக்ஸல் எடுத்திருந்தோம். അപ്പൊ ഞാൻ TVS 50 അവിടെ കൊടുത്ത് എനിക്ക് TVS XL വാങ്ങിക്കൊണ്ട് വരാം. இப்ப ஹீரோ ஹோண்டா போகணும்னா மறுபடியும் ஒரு 20,000 என்ன போகணும் அப்படின்னு மறுபடியும் நான் கடன் பண்ணும். അപ്പൊ ഞാൻ ഹീറോ ഹോണ്ട വാങ്ങണമെങ്കിൽ എനിക്ക് വീണ്ടും ഒരു 20,000 രൂപ ഞാൻ വീണ്ടും എനിക്ക് കടമായി മാറും. அது என்னுடைய கன்விக்ஷன் கிடையாது. അതെനിക്ക് ബോധ്യമില്ലായിരുന്നു. பசங்க எல்லாம் உட்காந்துட்டு இருக்காங்க. டேடி இன்னைக்கு சாயந்தரம் வரும்பொழுது வீட்டுக்கு என்ன வண்டி வரும்? ஹீரோ ஹோண்டா வரும், டர் 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 வரும்னு நினைச்சிட்டு இருக்காங்க. അപ്പൊ വീട്ടിൽ മക്കളൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഇന്ന് ഡാഡി വരുമ്പോ ഹീറോ ഹോണ്ടയിൽ ഇങ്ങനെ ഒരു ஹீரோ வண்டி வரும், ഗിയർ വണ്ടിയിൽ ഹീറോ ആയിട്ട് വരും. ஹீரோவா வருவேன் அப்படி நினைச்சிட்டு இருந்தாங்க. അങ്ങനെ ചിന്തിച്ചിരുന്നു. கடைசியில பார்த்தா வண்டி எக்ஸல் வந்துருச்சு. வந்துருச்சு. പക്ഷെ അവസാനം വന്നത് ഈ എക്സൽ ഇങ്ങനെ ടക്ക് 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 എന്ന എക്സൽ ആണ് വന്നത്. பார்த்துட்டு ஒருத்தருக்குமே சந்தோஷம் இல்ல. അപ്പൊ ഈ എക്സൽ കണ്ടിട്ട് ആർക്കും ഒരു സന്തോഷവും ഇല്ല. ஏன் டாடி? എന്താ ഡാഡി இன்னுமா? ഇനിയും ഈ മോപ്പട് തന്നെയോ? நாம என்ன சொல்லுவோம்? നമുക്ക് എന്താണ് പറയാൻ കഴിയുക? என் வேலை இன்னும் வரவில்லை. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. எதுக்கு அப்படின்னா ஹீரோ ஹோண்டா வாங்குறதுக்கு நேரம் வரவில்லை. ഹീറോ ഹോണ്ട വാങ്ങാനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല. எஸ், இப்படிதான் இந்த வார்த்தை லைவா வந்தது எனக்கு வார்த்தை இல்ல. അന്ന് ഈ വചനമൊക്കെ എനിക്ക് ജീവനായിട്ട് ഇങ്ങനെയാണ് വന്നത്. எஸ், அது குடும்ப காரியங்களா இருந்தாலும் சரி, അത് വീട്ടിലെ കുടുംബത്തിന്റെ കാര്യങ്ങളാണെങ്കിലും நம்மளுடைய காரியங்களா இருந்தாலும், நம்மளுடைய ഉടമകളാ இருந்தாலும், വാങ്ങുறதா இருந்தாலும், എന്റെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾ കാര്യങ്ങളാണെങ്കിലും അത് വാങ്ങുന്ന കാര്യങ്ങളിലും അങ്ങനെ തന്നെ. பிரியமானவர்களே, நம்மளுடைய ஃபைனான்சியல் சர்க்கிள்குள்ளார நாம் இருக்கிறது ஃபெய்த்ஃபுல்னஸ். പ്രിയമുള്ളവരെ, നമ്മുടെ സാമ്പത്തികമായ ആ പരിധിക്കുള്ളിൽ, ആ വൃത്തത്തിനുള്ളിൽ നാം നിൽക്കുക എന്നുള്ളതാണ് വിശ്വസ്തത. நம்மளுடைய ஃபைனான்சியல் சர்க்கிள் മന്ത്ലി 25,000 അതുക്കുള്ള we should be faithful in that. നമ്മുടെ സാമ്പത്തികമായ വൃത്തം അത് മാസം 25,000 രൂപയാണെങ്കിൽ ആ 25,000 രൂപയ്ക്ക് ഉള്ളിൽ നാം ഒതുങ്ങിയിരിക്കുക, അതാണ് വിശ്വസ്തത. അത് ചിലർക്ക് 50,000 இருக்கலாம், ചിലർക്ക് 1 lakh இருக்கலாம். ചിലർക്ക് അത് 50,000 ആയിരിക്കാം, ചിലർക്ക് 1,00,000 ആയിരിക്കാം. യെസ്, അതെല്ലാം இந்த faithful അതിൽ இருக்கணும். നാം ആ നമുക്കുള്ള ആ പരിധിക്കുള്ളിൽ വിശ്വസ്തരായിരിക്കുക. ஆனால் அந்த சர்க்கிள், அந்த பவுண்டரி, அந்த ஃபென்ஸை வெளியே தாண்டி போகும்பொழுதுதான் serpent bite. എന്നാൽ ആ പരിധിയെ വിട്ട് ആ വേലി മതിൽ പൊളിച്ച് പോകുമ്പോഴാണ് പാമ്പ് കടിക്കുക. യെസ്, நிறைய பேர் நீங்க பாம்பு கடி. അനേക ആളുകൾക്ക് ഇന്ന് പാമ്പ് കടിയേറ്റിരിക്കുന്നു. ஃபெய்த்ஃபுல்னஸ் கிடையாது, അവർക്ക് വിശ്വസ്തതയില്ല. லாஸ்ட் 10 days back ഒരു ബ്രദർ ഫോൺ பண்ணார். കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഇപ്രകാരം അവര് ഫോൺ ചെയ്ത് പറഞ്ഞു, സഭയിലെ നീണ്ട വർഷമായി തരിത്തിരിക്കുന്ന ഒരു ഫാമിലി தான். ഇത് അനേക വർഷമായി സഭയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. அவருடைய சன் என்ன பண்றாரு அப்படின்னா, தன்னுடைய ஃபர்ஸ்ட் சைல்டுக்காக ஒரு ஹோட்டல்ல பர்த்டே கொண்டாடுறாங்க. അദ്ദേഹത്തിന്റെ മകൻ തന്റെ കുഞ്ഞിനുമായിട്ട് ഒന്നാമത്തെ പിറന്നാൾ അത് ഒരു ഹോട്ടലിൽ ആഘോഷിക്കുകയാണ്. അത് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാத்தையும் கூப்பிடுறாரு. അതിന് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും വിളിച്ച് ബർത്ത്ഡേ ഹോട്ടലിൽ ആഘോഷിക്കുകയാണ്. அப்ப ஒரு யாராவது அந்த பார்ட்டிக்கு வந்து சர்ச்சில இருந்து யாராவது ലോക്കൽ റെസ്പോൺസിബിൾ ബ്രദേഴ്സ് വന്ന് ജപം பண்ண முடியுமான்னு കേൾക്കുறாரு. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സഭയിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന് ഈ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പ്രാർത്ഥിക്കാമോ? ഞാൻ ഒരു വാർത്ത കേട്ടேன். ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിച്ചു. அந்த பிரதருடைய பையனை குறித்து எனக்கு தெரியும். അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് എനിക്ക് അറിയാം. ലാക്സ് കണക്കിൽ കടം ഇருக்கு, ലക്ഷക്കണക്കിന് കടമുള്ള മനുഷ്യനാണ്. ഉടനെ அந்த பிரதர்ட்ட கேட்டது, ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, அந்த சகோதரனிடத்தில் நான் கேட்ட கேள்வி, ഞാൻ ആ സഹോദരനോട് ചോദിച്ച ചോദ്യം ഇതാണ്: ലക്ഷക്കണക്കിലെ കടം வைத்துக்கொண்டு, ലക്ഷക്കണക്കിന് കടം ഉള്ള നിങ്ങൾ ഒരു ஹோட்டலில் പോയി சொந்த பந்தத்தெல்லாம், ரிலேட்டிவ்ஸ், ஃப்ரெண்ட் சர்க்கிள்லாம் வச்சு ஹோட்டல்ல இந்த அளவுக்கு நீங்க பர்த்டே கேக்குறீங்களே, இஸ் இட் காட்ஸ் வில்? നിങ്ങൾ ഇത്രയും കടമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് ഒരു ഹോട്ടലിൽ ഈ ബർത്ത്ഡേയുടെ പേരിൽ ഒരു ആഘോഷം സംഘടിപ്പിച്ച് ഇത്രയും പണം ചെലവാക്കുന്നത് ദൈവഹിതമാണോ? இப்படிப்பட்ட ஃபங்க்ஷனுக்கு எல்டர்ஸ் வந்து ஜெபம் பண்ணணும் உங்களுக்கு. ഇങ്ങനെയുള്ള ഈ ഒരു ഫംഗ്ഷൻ, ഇതിന് മൂപ്പന്മാര് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം നിങ്ങൾക്ക്. தேவனுடைய நாமத்துக்கு துக்கீர்த்தி, ഇത് ദൈവനാമത്തിന് ദുഷിപ്പാണ്. தேவனுடைய நாமத்துக்கு துக்கீர்த்தி, ഇത് ദൈവനാമത്തിനുള്ള ദുഷിപ്പാണ്. தேவனுடைய நாமத்தை வீணிலே வழங்குதல், ഇത് ദൈവത്തിന്റെ നാമത്തെ നിങ്ങൾ താഴ്ത്തിക്കെട്ടുകയാണ്. உங்க பையன்ட்ட நீங்க என்ன சொல்லியிருக்கணும்? നിങ്ങൾ നിങ്ങളുടെ മകനോട് എന്താണ് പറഞ്ഞിരിക്കേണ്ടത്?
மகனே இவ்வளவு லட்சக்கணக்கில் கடன் வச்சுக்கிட்டு இந்த ஹோட்டல்ல இருந்து ஃபர்ஸ்ட் பர்த்டே பார்ட்டி தேவையா? മോനെ നീ ഇത്രത്തോളം കടം നിനക്കുണ്ട്, എന്നിട്ട് നീ ഈ പോയി ഹോട്ടലിൽ ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി നീ അറേഞ്ച് ചെയ്യുന്നത് ഇത് ശരിയാണോ? നിനക്ക് ആവശ്യമാണോ? எஸ், எல்லாம் என்ன அப்படின்னா எல்லாம் எம்டி கன்சீட், வீண் பெருமைக்காக. എല്ലാം വെറും വീൺ ആയിട്ടുള്ള ആ ഒരു അഹന്തയ്ക്ക് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. எஸ், வீண் பெருமை, வீண் பெருமைக்காக ஒன்றையும் செய்யாதீர்கள். பிலிப்பியர் 3ல வாசிக்கிறோம். ഫിലിപ്പ് ലേഖനം பிலிப்பியர் 2:3. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നുണ്ട്, വ്യർത്ഥമായിട്ടുള്ള ഇങ്ങനെയുള്ള അഭിമാനത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. ஒன்றையும் வீண் பெருமையினால் செய்யாதீர்கள். അവിടെ പറയുന്നു ദുരഭിമാനത്തിൽ ഒന്നും ചെയ്യരുത്, ശാഠ്യത്താൽ ദുരഭിമാനത്തിൽ ഒന്നും ചെയ്യരുത്. அந்த ஹோட்டல்ல கொடுக்கறதான ரெண்ட் என்ன இருக்கட்டும், அங்க கொடுக்கறதான டின்னருக்கு பார்ட்டிக்கு கொடுக்கற பணம் எவ்வளவு செலவாகட்டும், അവിടെ ആ ഹോട്ടലിൽ എത്രയാണ് വാടക കൊടുക്കുന്നത്, ഡിന്നറിന് എത്ര പൈസ ചെലവാക്കുന്നു, அதை எடுத்துட்டு வந்து என்ன செஞ்சிருக்கலாம், பணத்தை கடன் அடைக்கலாம். ആ പണം ഉപയോഗിച്ച് ആ കടം, അതിൽ കുറച്ച് കടം അടയ്ക്കാമായിരുന്നല്ലോ. இப்படிப்பட்டவர்களுக்கு பரிசுத்த ஆவியானவர் அப்படிங்கிறது இன்னவர்கள் பூமியில 100 வருஷம் இருந்தாலும் சரி, they cannot receive the Holy Spirit. ഇങ്ങനെയുള്ള ആളുകൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് 100 വർഷം കാത്തിരുന്നാലും ലഭിക്കുകയില്ല. எஸ், ഫിനാൻഷ്യൽ ഫെയ്ത്ത്ഫുൾനെസ് கிடையாது. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വിശ്വസ്തതയില്ല. ഇവരെല്ലാം പണத்துக்கு சொந்தக்காரர்கள், ഇവர்களே சொந்தக்காரர்கள். അവരാണ് അവരുടെ പണത്തിന് ഉടമസ്ഥർ, അവർ തന്നെയാണെന്ന് അവർ ചിന്തിക്കുന്നു. ഞാൻ ബർത്ത്ഡേ കൊണ്ടാടുവേ, ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കും, ഞാൻ ഊട്ടി കൊടൈക്കനാലിട്ട് പോവേ, ഞാൻ ഊട്ടി കൊടൈക്കനാൽ എല്ലായിടത്തും പോവും, என் ഇഷ്ടத்துக்கு நான் ஒரு பொருளை வாங்குவேன், ഞാൻ എനിക്ക് തോന്നുന്ന വസ്തുക്കളൊക്കെ ഞാൻ വാങ്ങും. எஸ். இதனாலதான் அநேக கிறிஸ்தவர்கள் பண விஷயத்துல ஃபெய்த்ஃபுல்லா இல்ல. അനേക ക്രിസ്ത്യാനികൾ അവര് സാമ്പത്തിക കാര്യങ്ങളിൽ, പണകാര്യങ്ങളിൽ വിശ്വസ്തരല്ല. எஸ், பிரியமானவர்களே, அதுல மனைவிமார்களுடைய சப்போர்ட் நமக்கு அதிகமான சப்போர்ட் இருக்கணும். പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭാര്യമാരുടെ ഒരു സപ്പോർട്ട്, അവര് ഈ കാര്യത്തിൽ നമ്മളോട് ഭർത്താക്കന്മാരോട് ചേർന്ന് നിൽക്കണം. புருஷன் தவறி போறதா இருந்தா கூட மனைவிமார்கள் செக் வைக்கணும். ഭർത്താവ് ഇവിടെ ഈ കാര്യത്തിൽ എവിടെയെങ്കിലും തെറ്റിപ്പോകുന്നത് കണ്ടാൽ ഭാര്യമാർ അവിടെ അവര് അത് വേണ്ട എന്ന് പറയണം, ഒരു തടസ്സം അവിടെ നിൽക്കണം. வேண்டாம், இந்த காரியம் வேண்டாம், இப்படி ഇത് വേണ്ട. பண விஷயத்துல நம்ம உண்மையா இருப்போம். പ്രിയപ്പെട്ടവനെ, പണ കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. ഇത് വേണ്ട, இந்த செலவு நமக்கு தேவையில்லை, ഈ ഒരു ചെലവ് നമുക്ക് ആവശ്യമില്ല, நம்ம பணத்துல உண்மையா இருப்போம், നമുക്ക് പണകാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാം. எஸ், அப்படிப்பட்ட மனைவிமார்கள் நமக்கு தேவை. അങ്ങനെയുള്ള ഭാര്യമാർ നമുക്ക് ഇന്ന് ആവശ്യമാണ്. அப்படிப்பட்ட சகோதரிகள் நமக்கு தேவை. അങ്ങനെയുള്ള സഹോദരിമാർ നമുക്ക് ആവശ്യമുണ്ട്. அடுத்த தலைமுறை இப்படி எழும்பணும். അങ്ങനെയുള്ള അടുത്ത ഒരു തലമുറ എഴുന്നേൽക്കണം. പണ വിഷയത്തിൽ മികുந்த நல்லுண்மை உள்ளவர்களாய் இருக்கிறது. പണകാര്യങ്ങളിൽ വളരെയധികം ഈ രീതിയിലുള്ള കാഴ്ചപ്പാടും വിശ്വസ്തതയും ഉള്ളവർ. ഞാൻ 2 പേർ കലந்துதான் சொல்லிட்டு இருக்கேன். ഞാൻ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ചേർന്നാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര മണിക്ക് പഠിക്കണം? ഓക്കേ. புருஷமார்களுக்கு ஒரு வார்த்தை சொல்ல விரும்புகிறேன். ഞാൻ ഭർത്താക്കന്മാർക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. பிரியமானவர்களே, வீட்ல ரெகன்சிலேஷன், ஃபர்ஸ்ட் ரெகன்சிலேஷன் அல்லது ஒரு ரீஸ்டோரிங் தி ஃபெலோஷிப் அப்படின்னா அது முழுக்க அது புருஷனுடைய കാര്യമാ இருக்கணும். അത് പ്രിയമുള്ളവരെ, വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അവിടെ ഒരു നിരപ്പ് പ്രാപിക്കണം, കാര്യങ്ങൾ ക്രമപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഭർത്താവിനാണ്. നാം தான் ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്കാണ് അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. 1 Corinthians chapter 11:7 എന്ന് വാസിக்கிறோம். 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1 Corinthians chapter 11 verse 7. 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്, പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകുന്നു. ഓക്കേ, മனைவி സ്ത്രീയോ പുരുഷന്റെ മഹിമയായിരിக்கிறாள், പുരുഷന്റെ തേജസ് ആകുന്നു. இந்த வார்த்தை ஏற்கனவே பார்க்கலன்னா நீங்க பார்க்கும்படி உங்களை உற்சாகப்படுத்துகிறேன். നിങ്ങൾ ഈ വാക്യം ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. திரும்ப வாசிப்போம். വീണ്ടും നമുക്ക് വായിക്കാം. 7-ാമത്തെ വാക്യം, പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകുന്നു, ആകയാൽ മൂടുപടം ഇടേണ്ടതല്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. அப்ப தேவனுடைய எதிர்பார்ப்பு யார்கிட்ட இருக்கு அப்படின்னா புருஷன்ட்ட தான் தேவன் அதிகமா எதிர்பார்க்கிறார். അതുകൊണ്ട് ദൈവം ഭർത്താവിൽ നിന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. நீ என்னுடைய சாயலும் என்னுடைய மகிமையுமா இருக்கிற அப்படின்னால என்னுடைய லைக்னஸ், என்னுடைய லைஃப் நான் உன்கிட்ட தான் அதிகமா எதிர்பார்ப்பேன். നീ എന്റെ പ്രതിമയും എന്റെ തേജസ്സും ആകയാൽ നിന്നിൽ നിന്നാണ് ഞാൻ കൂടുതൽ ഈ കാര്യത്തിൽ എന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാനായിട്ട്, എന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിന് ഞാൻ നിന്നിൽ നിന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. യെസ്, മാനിഫെസ്റ്റിംഗ് ദ ലൈഫ് ഓഫ് ജീസസ്. യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക. அவருடைய மகிமை, அவருடைய சாயலை அதிகமா யார்கிட்ட தேவன் எதிர்பார்க்கிறார்? புருஷனிடத்தில் எதிர்பார்க்கிறார். യേശുവിന്റെ സ്വഭാവവും യേശുവിന്റെ മഹത്വവും കൂടുതൽ ഈ ഒരു ഭർത്താവിൽ നിന്ന് പുറത്തു വരണം എന്ന്
യേശു പ്രതീക്ഷിക്കുന്നു. இதை நாம் என்ன செஞ்சிருக்கணும் அப்படின்னா நம்மளுடைய மனைவிமார்களுக்கு நன்கு வெளிரங்கமாக்கி வச்சிருக்கணும். நம்ம ഈ കാര്യം നമ്മുടെ ഭാര്യമാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ ആ കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ஒரு காரியத்தை சொல்லி நான் ஃபர்ஸ்ட் செஷன் முடிக்க விரும்புறேன். ഈ ആദ്യത്തെ സെഷൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. பல வருஷங்களுக்கு முன்பாக, അനേക വർഷങ്ങൾക്ക് മുമ്പ് ஒரு காலையில நான் எப்பொழுதுமே ஷார்ப்பா 9 o'clock என்னோட வேலை ஸ்தலத்துக்கு நான் போவேன். ഞാൻ എപ്പോഴും കൃത്യമായിട്ട് 9 മണിക്ക് എന്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകും. ஒரு 8:45 இருக்கிறப்ப ஏதோ ஒரு சின்ன எங்களுக்குள்ள ஒரு சின்ன ஒரு ஃபெலோஷிப் பிரேக் ஆயிடுச்சு. நான் ஏதோ ஒரு வேர்டு, நான் ஒரு ஹர்ட்ஃபுல் வேர்டு நான் சொல்லிட்டேன். ഞാൻ 8:45 ഞാൻ എന്റെ ഭാര്യയോട് മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് സംസാരിക്കുകയും ഞങ്ങൾക്കിടയിൽ ഒരു വാക്ക് അങ്ങനെ വരികയും എനിക്ക് കൂട്ടായ്മയ്ക്ക് ഒരു മുറിവുണ്ടാവുകയും ചെയ്തു. മனைവിയെ ഒരു വാർത്തയിനാൽ ഹർട്ട് പണ്ടേ, അങ്ങനെ ഒരു വാക്ക് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ വേദനിപ്പിച്ചു. അപ്പൊ என்ன ஆயிடுச்சுன்னா ஒரு 15 മിനിറ്റ്സ് വീട് സൈലൻസ് ആയിடுச்சு. അപ്പൊ 15 മിനിറ്റ് വീട്ടിൽ നല്ല ശാന്തത. அவங்க சாப்பாடெல்லாம் எடுத்துருந்து கரெக்டா கொடுக்குறாங்க, பாக்ஸ் கொடுக்குறாங்க எல்லாத்தையும். എനിക്ക് സ്കൂളിലേക്ക് പോകുവാനുള്ള എനിക്ക് ഭക്ഷണം ഒക്കെ അത് പാത്രത്തിലാക്കി എന്റെ കയ്യിൽ കൊണ്ടു തരുന്നു. വാർത്ത ഇല്ല, ഇത് വായിലിருந்து വാർത്ത ഇല്ല, എന്നാൽ വാ തുറന്നൊന്നും സംസാരിക്കുന്നില്ല. എന്നാ நான் சொன்ன வார்த்தை, കാരണം ഞാൻ പറഞ്ഞ വാക്ക് അവളെ മുറിപ്പെടുത്തി. ഓക്കെ, நான் யூசுவலா என்ன செய்வேன் அப்படின்னா ஜெபம் பண்ணிட்டு தான் வெளியில கிளம்புறது. ഞാൻ സാധാരണ പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവുക. ഇപ്പൊ 9 o'clock വെളിയിல പോകணும்னா ஒரு ஷார்ட்டா ஜெபம் பண்ணிட்டு தான் வெளியில கிளம்புவேன். ഞാൻ 9 മണിക്ക് പോകണമെങ്കിൽ ഞാൻ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. இப்ப நான் அந்த இடத்துல என்ன செய்யறேன்னா பிரேயர் பண்ணல. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചില്ല. ஏன்னா ஒரு வார்த்தையை நான் ஒரு ஹர்ட்ஃபுல் வேர்ட் சொல்லிட்டேன். ഞാൻ അവിടെ മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് സംസാരിച്ചു. ഇപ്പൊ இந்த இடத்துல என்ன தாழ்த்தவும் எனக்கு விருப்பம் இல்ல. എനിക്ക് ആ സമയത്ത് എന്നെ തന്നെ താഴ്ത്താനായിട്ട് എനിക്കൊരു മനസ്സില്ലായിരുന്നു. என்ன உள்ளார கோவம் இருக்கு, കാരണം ഉള്ളിൽ ഒരു ദേഷ്യമുണ്ട്. நான் வண்டி எடுத்துட்டு கிளம்பிட்டேன். ഞാൻ വാഹനം എടുത്ത് പോയി. என்னுடைய வீடு எப்படின்னா ஒரு எல் மாதிரி, என்னுடைய நான் இருக்கிற ஸ்ட்ரீட்ல அது ஒரு எல் மாதிரி. அது ഞാൻ താമസിച്ചിരുന്ന വീട് എന്റെ സ്ട്രീറ്റിൽ ഒരു എൽ അക്ഷരം പോലെയാണ്. இங்கதான் இந்த கார்னர்ல வீடு இருக்கு அப்படின்னா இப்படி வந்து இப்படி போற ரோடு. അപ്പൊ ആ മൂലയ്ക്കാണ് വീടെങ്കിൽ ഞാൻ ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ഞാൻ പോകണം. நான் வண்டி எடுத்துட்டு போயிட்டேன். ഞാൻ എന്റെ മോപ്പഡ് എടുത്ത് ഞാൻ അങ്ങനെ പോയി. உள்ளார ஹோலி ஸ்பிரிட் கன்விக்ட் பண்றாரு. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ എനിക്ക് ബോധ്യം തരുന്നു. இவ்வளவு நேரம் ஆயிடுச்சு, ഇത്രയും സമയമായി, ഒപ്പുവാകാമ വീട്ടை വിട്ട് വെളിയില പോറിയേ. നീ കാര്യങ്ങൾ നിരപ്പ് പ്രാപിക്കാതെ നീ വീട് വിട്ട് പോവുകയാണോ? യു ടേൺ. നീ തിരിച്ചു പോ. முதல்ல போய் வைஃப் டக் முதல்ல ஒப்புரவாயிடும். നീ ആദ്യം പോയി ഭാര്യയോട് ക്ഷമ ചോദിക്കുക, നിരപ്പ് പ്രാപിക്കുക. ഏற்கனவே ലേറ്റ് ആയിട്ട് இருக்கு. ഇപ്പോ സമയം വൈകിക്കൊണ്ടിരിക്കുന്നു സ്കൂളിൽ എത്താൻ. എங்கே ரெக்கன்சைல் ஆயிருக்கணும் அப்படின்னா வீட்டிலே ரெக்கன்சைல் ஆயிருக்கணும். അവിടെ വീട്ടിൽ അപ്പോൾ തന്നെ നീ നിന്നെ തന്നെ താഴ്ത്തി നിരപ്പ് പ്രാപിക്കണമായിരുന്നു. ഇപ്പൊ നീ വെളിയില കിളമ്പിട്ട. ഇപ്പൊ നീ വെളിയിൽ പോയി. மேக் யூ டர்ன். നീ തിരിച്ചു വാ. அப்படின்னு அங்கேருந்து வந்து நான் அப்படி அந்த ஸ்ட்ரீட்ல இருந்து வந்து இப்படி எல் போட்டு இப்படி திரும்புறேன். அப்படி ഞാൻ അങ്ങനെ എന്റെ സ്ട്രീറ്റിൽ നിന്ന് തിരിച്ചു വന്ന് ഞാൻ ഇങ്ങനെ യു ടേൺ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് പോകാനായിട്ട് വീട്ടിലേക്ക് തിരികെയാണ്. அப்படி திரும்புறேன். அங்க வீட்டு அதான் கார்னர் அப்படின்னா வீட்டு வாசல் என்னன்னு பாத்துட்டு இருக்காங்க. ടൈം ആയിடுச்சு പോങ്ങ அப்படிங்கிறாங்க. അപ്പൊ ഞാൻ തിരിച്ച ഉടനെ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്റെ ഭാര്യ അവിടെ നോയിക്കൊണ്ടിരിക്കുന്ന ഭാര്യ ഉടനെ പറഞ്ഞു, സമയമായി പൊക്കോളാൻ പറഞ്ഞു. நீங்க எதுக்கு வந்தீங்கிறது எனக்கு தெரியுது, அதான் அர்த்தம். അതിന്റെ അർത്ഥം നിങ്ങൾ എന്തിനാ വരുന്നത് എന്ന് എനിക്കറിയാം. അപ്പം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പോയിക്കോളൂ ഇനി വൈകണ്ട, സ്കൂളിൽ വൈകണ്ട, ടൈം ആയിடுச்சு സമയമായി തിരിച്ചു പോയിക്കോളാൻ. அவங்க இப்படி കൈ കാണിച്ചാங்க. കൈ കാണിച്ചു. நான் வண்டி இப்படி பார்த்துட்டு நானும் கை காமிச்சேன். ഞാൻ വണ്ടി കാണിച്ചു, ഞാനും കൈ കാണിച്ചു. ஓகே, அப்படியே யூ டர்ன் போட்டு அப்படியே ஸ்கூலுக்கு போய் ഉടനെ ഞാൻ തിരിച്ച് വീണ്ടും സ്കൂളിൽ പോയി. இது மறக்க முடியாத சம்பவம் எனக்கு. ഇതെനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. அப்ப அவங்க என்ன எதிர்பார்த்திருக்காங்க அப்படின்னா, അപ്പൊ എന്റെ ഭാര്യയും എന്താണ് ഇപ്പൊ പ്രതീക്ഷിച്ചത്? ഭാര്യ അത് വണ്ടി പോവാതെ திரும்ப வந்துரும், പോയാലും തിരിച്ചു വരും എന്നറിയാമായിരുന്നു എന്റെ ഭാര്യക്ക്. அதனால வெளியிலே வந்து நின்னுட்டாங்க. അതുകൊണ്ട് വീടിന്റെ പുറത്ത് തന്നെ വന്ന് നോക്കി നിന്നു. நாம் அந்த அளவுக்கு நாம் என்னத்தை ஏற்படுத்தி இருக்கணும் அப்படின்னா, ஹஸ்பண்ட் அட் த ஏர்லியஸ்ட் என்ன செஞ்சிருவார், ஒப்புரவாயிடுவார். അപ്പൊ അങ്ങനെ എന്റെ ഭർത്താവ് എത്രയും പെട്ടെന്ന് എന്നോട് കാര്യങ്ങൾ നിരപ്പ് പ്രാപിക്കും എന്നുള്ള ഒരു ബോധ്യം, അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്റെ ഭർത്താവ് എടുക്കും എന്നുള്ള ഒരു ബോധ്യം ഭാര്യയ്ക്ക് ഉണ്ടാവണം, കൊടുത്തിരിക്കണം. சில சமயங்கள அவங்க பலவீனமான வீக் வெசல்ஸ், அவங்க சமயத்துல கோபப்பட்டு படுத்துருவாங்க கூட. ചില സമയത്ത് അവര് ബലഹീനമായ ഒരു പാത്രമാണ്, ചിലപ്പോൾ ദേഷ്യപ്പെട്ട് അവിടെ കിടക്കുകയായിരിക്കും. നാം தான் எழுப்பணும். നാമാണ് അവരെ
ഒന്ന് ആശ്വസിപ്പിച്ച് എഴുന്നേൽപ്പിക്കേണ്ടത്. நம் ஆரம்ப நாட்கள்ல பிரதர் ஜாக் மூலமாய் கான்ஃபரன்ஸ்ல நான் கேட்ட ஒரு டெஸ்ட் ஒரு பிரதர் கொடுத்த டெஸ்டிமனி. ഞാൻ ആരംഭ നാളുകളിൽ ഒരു സഹോദരന്റെ സാക്ഷ്യം സഹോദരൻ സാക് പുനൻ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. வெஸ்டர்ன் கண்ட்ரில ഇത് ഒരു പുറത്തുള്ള നാട്ടിലുള്ള ഒരു സാക്ഷ്യമാണ്, ഒരു കാര്യമാണ്. மனைவி ரொம்ப கோவப்பட்டாங்க அப்படின்னா கையில கிடைக்கிறது எடுத்து அடிப்பாங்க. ഈ ഭാര്യ വളരെ ദേഷ്യപ്പെടുന്ന സമയത്ത് കൈ കിട്ടുന്നത് എടുത്ത് എറിയും. இவர் என்ன செய்வார்னா கேட்ச் பிடிப்பாரு எல்லாத்தையும். അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ഈ വരുന്ന സാധനങ്ങളൊക്കെ ക്യാച്ച് പിടിക്കും. இல்லைன்னா சமயத்துல ரொம்ப தாங்க முடியலன்னு கீழே குமிஞ்சுக்குவாரு. അല്ലെങ്കിൽ ഈ വന്ന് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡക്കയും കുനിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടും. ஒண்ணு கேட்ச் பிடிக்கிறது, ஒண்ணு குனியறது. അപ്പൊ ഒന്നുകിൽ ക്യാച്ച് പിടിക്കും, അല്ലെങ്കിൽ കുനിഞ്ഞു മാറും. மனைவி தங்களுடைய கோவத்துல அப்படியே அவுட் பஸ்ட் எல்லாத்தையும் கத்திடுறது. അപ്പം ദേഷ്യത്തിൽ ഭാര്യ ഇങ്ങനെയൊക്കെ പെരുമാറി ചെയ്തു. அவ்வளோத்தையும் கோவப்பட்டு அடிச்சு தூக்கி போட்டு எல்லாத்தையும் போட்டு ரூமுக்கு போயிடுவாங்க. ரூம் அப்படியே வேகமா சாத்திட்டு உள்ளார போயிடுவாங்க. അപ്പൊ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് എല്ലാം ചെയ്തിട്ട് കതവ് അടച്ച് നേരെ റൂമിനകത്ത് പോയി കതവ് അടച്ചിരിക്കുന്നു. இந்த பிரதர் என்ன செய்வார் அப்படின்னா, இந்த ஹஸ்பண்ட் என்ன செய்வார் அப்படின்னா, അപ്പൊ ഉടനെ ഈ ഭർത്താവ് റൂമിൽ അടച്ചിരിക്കുന്ന ഭാര്യയോട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? വീടെല്ലാം സുത്തപ്പെടുത്തിടുവാർ എല്ലാத்தைയും. അപ്പം ഈ എറിഞ്ഞു കിടക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വെച്ച് വീടൊക്കെ വൃത്തിയാക്കും. നേരെ കിച്ചனுக்கு പോവാർ. ഉടനെ അടുക്കളയിലേക്ക് പോകും. அவருக்கு மனைவிக்கு ரொம்ப காஃபி தான் பிடிக்கும் அவங்களுக்கு. അപ്പം ഭാര്യയ്ക്ക് കാപ്പി നല്ല ഇഷ്ടമാണ്. നല്ല சூடா ஒரு காஃபி போட்டுக்கிட்டு അവിടെ അടുക്കളയിൽ പോയി നല്ല ചൂടായിട്ടുള്ള ഒരു കാപ്പി ഉണ്ടാക്കും. கதவு திறப்பார் உள்ளார. മെല്ലെ പോയി കതക് തുറക്കും. டார்லிங் அப்படின்னு உள்ளார கூப்பிடுவார். ഡാർലിംഗ്, പ്രിയപ്പെട്ടവളെ എന്ന് വിളിക്കും. கையில எண்ணெய் வச்சுக்கிட்டு காஃபி வச்சுக்கிட்டு കയ്യിൽ കാപ്പിയും വെച്ച് டார்லிங் அப்படின்னு உள்ளார போவார். വീണ്ടും പ്രിയപ്പെട്ടവളെ அப்படிமாங்க அவங்க. അപ്പൊ ഉടനെ ഒരു മൂളലോടെ ഒന്ന് നോക്കും. கையில அந்த காஃபியை கொடுத்துட்டு ആ കാപ്പി അവൾക്ക് കൊണ്ടുപോയി കൊടുക്കും. இதான் கிளைமேக்ஸ். ഇതാണ് അതിന്റെ ഏറ്റവും. യു ആർ മൈ ക്വീൻ அப்படிம்பாரு. അപ്പൊ എന്നിട്ട് അവളുടെ അടുത്ത് ചെന്ന് പറയും, നീ എന്റെ രാജ്ഞിയാണ്, യു ആർ മൈ ക്വീൻ, നീ എന്റെ റാണിയാണ്. அப்படியே அவருடைய கோவம் எல்லாம் அப்படியே அடங்கிடும். അപ്പൊ ഉടനെ ആ കോപം അങ്ങ് തണുത്ത് ശാന്തമാകും. என்ன சாட்சி, என்ன திஸ் இஸ் த க்ளோரி ஆஃப் லார்ட். ഇത് എത്ര വലിയൊരു സാക്ഷ്യമാണ്. ഇത് ദൈവത്തിന്റെ മഹത്വമാണ്. ഇമേജ് ആൻഡ് ഗ്ലോറി ഓഫ് ഗോഡ്. നിശ്ചയമായി அந்த സഹോദരൻ എല്ലാം നിത്യത്തിൽ പോയി പാപ്പ നമ്മ. ആ സഹോദരനെയൊക്കെ നാം നിത്യതയിൽ ചെല്ലുമ്പോൾ ഒരു നാൾ നാം കാണും. മனைவி വീക്വസൽ, ഭാര്യ അവൾ ബലഹീന പാത്രമാണ്. அதனால பரவாயில்ல, അത് സാരമില്ല. நான் என்னுடைய கிறிஸ்துவனுடைய சாயலை நான் வெளிப்படுத்துகிற புருஷர்கள், ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് അത് വെളിപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ. നാം തുടർന്ന് നാം ധ്യാനിക്കും. നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് തുടർന്നും നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ പിതാവേ തുതിക്കണം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. உம்முடைய நாமத்துக்கு மகிமைக்கு புகழ்ச்சியாய் புருஷர்களும் மனைவிமார்களும் நாங்கள் பிழைக்க எங்களுக்கு உதவி செய்யும். കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം കൊണ്ടുവരുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരുമായിട്ട് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. எங்களோடு கூட தொடர்ந்து பேசுங்க. തുടർന്നും ഞങ്ങളോട് സംസാരിക്കണം. യേശു നാമത്തിൽ പിതാവേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ.